മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സമൂഹം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നിസ്കാരത്തിന് ഒരു കൂലിയേ ഉള്ളൂ. നമുക്ക് നിസ്കാരമുണ്ട്, ഒരു നിസ്കാരത്തിന് 10 കൂലിയുണ്ട്. ചില കാര്യങ്ങൾക്ക് 70 ഉണ്ട്, ചിലതിന് 70,000 ഉണ്ട്. നോമ്പിൻ്റെ കൂലി എത്രയെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. നിങ്ങളോട് വരി ഞാനണ്ട് തന്നോണ്ട് എന്ന് പറഞ്ഞേക്കാണ്. അതിനത്ര ഉണ്ട് എന്നർത്ഥം. അങ്ങനെയല്ലോ. എന്നാൽ മറ്റുള്ള ഉമ്മത്തുകൾക്കൊന്നും ഇങ്ങനെയല്ല. മോമിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അല്ലാഹു തആല കൂലി കൊടുക്കും. കാലിൻ്റെ വിരലിൻ്റെ നഖം പോന്നാൽ വരെ നാളെ മശ്റയിൽ കൂലിട്ടും. ഒരു സ്ത്രീ ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിൻ്റെ കൂലി കിട്ടും. സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തുൽ കറാറാണ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിലാണ് ഷഹീദാകുന്നത്. വഹ്ശി എന്ന പേരായ ആളാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത്. ചാട്ടുളി എറിയുന്നതിൽ വിദഗ്ധനായിരുന്ന വഹ്ശി പാറക്കല്ലിൻ്റെ മറവിൽ മറഞ്ഞിരുന്ന് ഹംസ റളിയല്ലാഹു അൻഹു കുമ്പിട്ടപ്പ ബാക്ക് എറിഞ്ഞു. ചാട്ടുളി കൊണ്ട ഹംസ റളിയല്ലാഹു അൻഹു വീണ് കിടന്നപ്പോ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് നെഞ്ച് കുത്തിക്കീറി പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കരള് മാന്തിയെടുത്ത് വായയിലിട്ട് ചവച്ചു തുപ്പി. അങ്ങനെയൊക്കെയായാലും ഹംസ റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിൻ്റെ കൂലിയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിൻ്റെ കൂലിയാണ്. ശുഹദാക്കളിൽ വളരെയധികം പ്രസിദ്ധനായ ആളാണ് സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു. മക്കത്ത് ഷാരി ഷുഹദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഷുഹദാക്കളുടെ പേരിലുള്ള റോഡ്, ഒരു റോഡിൻ്റെ പേരാണ് ഷാരി ഷുഹദ. മക്കത്ത് പോയ ആൾക്കാർക്കറിയാം. ആ പേര് വരാണ്ടായ കാരണം അതിൻ്റെ അടുത്ത് ഖുബൈബ് റളിയല്ലാഹുവിൻ്റെ ഖബറുണ്ട് എന്നതാണ്. മദീനയിൽ നിന്ന് മക്കക്കാരായ ശത്രുക്കള് നാട്ടിലുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹാഫിളീങ്ങളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് 7 ഹാഫിളീങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. മദീനയുടെ അതിർത്തി കടന്ന് ഒരു മലയുടെ അപ്പുറത്തെത്തിയപ്പോ 6 ഹാഫിളീങ്ങളെയും ശത്രുക്കൾ കൊല ചെയ്തു. ഖുബൈബ് റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയായി. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിൽ താമസിപ്പിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് മനം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവർ ചോദിച്ചു, ഖുബൈബേ, നിന്നെ വെറുതെ വിടാം. നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിന് പകരം എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. കഴുക് മരത്തിൽ കയറ്റിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ അമ്പെയ്തിട്ട് മുൻവശത്ത് മാത്രം 90-ലധികം മുറിവുകൾ പറ്റി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോടെന്നില്ലാതെ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലൈക്കുമുസ്സലാം. സഹാബത്ത് ചോദിച്ചു, ആരോടാ നബിയെ സലാം മടക്കിയത്? അതിൽ പറഞ്ഞു, ഖുബൈബ് ഷഹീദായിട്ടുണ്ട്. ഖുബൈബിൻ്റെ ആത്മാവ് അള്ളാഹുവിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞാണ് പോയത്. അതാണ് ഞാൻ സലാം മടക്കിയത് എന്ന് പറഞ്ഞു. എന്നാൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിൻ്റെ കൂലിയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിൻ്റെ കൂലിയാണ്. അങ്ങനെ ഈ തോനക്കൂലി എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. മറ്റു ഉമ്മത്തുകൾക്കൊന്നും അതില്ല. ലോകത്തെ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അൽ ബഖറ 185.
നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി. മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തികൾക്കും നോമ്പുണ്ട്. പക്ഷേ ഒറ്റ ഉമ്മത്തിനും ലൈലത്തുൽ ഖദ്ർ ഇല്ല. ലൈലത്തുൽ ഖദ്ർ നമുക്ക് മാത്രമേ ഉള്ളൂ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്താണ്? അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ, മുൻകഴിഞ്ഞൊരു ഉമ്മത്തിനുമില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂലുള്ള ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സ്വർഗത്തിൽ ആദ്യം റബ്ബിനെ കാണുന്നത്. കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് 2 ഉണ്ടിത്. 286 പറയുന്നത്. കണ്ണിന് കാഴ്ച പോയവരെ കൂലിട്ടും. ഞാൻ ഈ അടുത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള താരീഖ് ഇങ്ങനെ വായിച്ചു. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു നിലവിൽ ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ഈജിപ്തിൽ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം ഒരു മരുഭൂമിയിലാണ്. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു അടിസ്ഥാനപരമായി ആഫ്രിക്കക്കാരനാണ്. ആഫ്രിക്കയിൽ നിന്ന് ദീനിൻ്റെ വഴിയിൽ മഹാനവറുകൾ യാത്ര ചെയ്ത് മക്കയിൽ പോയി മദീനയിൽ പോയി അങ്ങനെ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഒരു കഫംപൊടിയും കയ്യിൽ കരുതിക്കോളിയാറും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിച്ചു, എന്തിനാണൊരു കഫംപുടാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് വഴിയിൽ വെച്ച് മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്തായി. എന്താ പറയാൻ കാരണം എന്നറിയങ്ങൾ? മഹാനായ സയ്യിദുന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്തേ കാരണം? അള്ളാഹനെ ആദ്യം കാണാൻ. കണ്ണിന് സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത്. കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും അവൻ നമുക്ക് കൂലി ഓഫർ ചെയ്യുന്നുണ്ട്. പനിയുണ്ടായാൽ വരെ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ജലദോഷം ഉണ്ടായാൽ വരെ അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി ലഭിക്കും. മുഅ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളെ ആഖിറത്തിൽ കൂലിയുണ്ട്. ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് വേണം ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ, അല്ലെ ഈ ജീവിതം പരാജയപ്പെടും. ചിലപ്പോൾ നമുക്ക് തോന്നും 5 വക്തും സുബഹി നിസ്കരിച്ചിട്ടും പെരപ്പണി തീരാൻ വേണ്ടി തോർന്നിട്ടും ഇൻ്റെ പെരപ്പണി തീരുന്നില്ല റബ്ബേ. അപ്പുറത്തിൻ്റെ വേറെ ചങ്ങായി ഓനെ പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേപ്പോട്ട് മറിഞ്ഞിട്ടേ വിഗുള്ളൂ. ഓൻ്റെ പേര തട്ടുമല തട്ടുമായിട്ട് എവിടുക്കാ പതെന്ന് നമുക്ക് തോന്നും. മഷറയിൽ ചെന്നിട്ട് കണക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇഹിയാ ഉലൂമുദ്ദീനിൽ ഒരു താരീഖ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പറയുന്ന സ്ഥലത്ത് എന്താ ഒരു അസ്വസ്ഥത ഒന്നുമില്ലല്ലോ. അങ്ങോട്ട് നോക്കി. കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ വർത്താനം നിർത്തും, അത് പ്രശ്നമാക്കണ്ട. അത് എനിക്ക് സ്ഥിരം ഉള്ള പരിപാടിയല്ലേ. വലിയ തുടക്കത്തിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും ഓൽക്ക്. അപ്പോലും എല്ലാം എങ്ങനെയാണ് സംസാരം നിർത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് ഉറങ്ങും, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മൂത്രമൊക്കെ നീച്ചു വരും, പിന്നെ അങ്ങോട്ട് വരാതിരിക്കും. അപ്പം അങ്ങനെ ഒരു ലേശം കഴിയുമ്പോൾ അങ്ങനെയുണ്ട്
നമ്മൾ ഓല അങ്ങനെ ഒതുക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഒതുങ്ങൂല. ഓലാണ്ട് സ്വയം ഒതുങ്ങലേ വഴിയുള്ളൂ എന്നല്ല. അപ്പം അതിന് അസ്വസ്ഥത ആണ്ടാടം ഉണ്ടായിരുന്നാൽ മതി. ഇനി വല്ലാതെ കൂടുതൽ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, അതാണ് വേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കുട്ടികളെ നിങ്ങളെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ, വർത്തമാനം പറയാതിരിക്കാനാണ് കേട്ടോ. എടാ കുട്ടികളെ, നിങ്ങളെ പറ്റിയിട്ട് അപ്പോൾ പറഞ്ഞത് മുണ്ടാതിരിക്കാനാണ് ഇവർ പറയണത് കേട്ടോ. ഇങ്ങോട്ടിങ്ങനെ നോക്കിയിരുന്നോളി. കുട്ടികളിവിടെ ഇരുന്നോട്ടെ, ഓലെ നമുക്ക് ദ്വാരക്കാൻ ആവശ്യമുണ്ട്. വയസ്സന്മാരും കുട്ടികളുമാണ് ദ്വാൻ്റെ ഇജാബത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ. അതുകൊണ്ട് ഓല അവിടെ നമുക്ക് ആവശ്യമുണ്ട്, ഓല അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് കുറച്ച് വയലു പറയാം, എന്നിട്ട് നമുക്ക് ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ്. ഒരു യാനബി എല്ലാവരും മനസ്സറിഞ്ഞ് ചെല്ലണം. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. അപ്പം അങ്ങനെ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ മഹാനവറുകളുടെ കണ്ണിന് കാഴ്ച പോയി എന്ന് കണ്ടു. ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു, മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു. ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് അബുൽ ഹസൻ അലി ഷാദുലി. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാൽ ഒരു ചെറിയ ഏടുണ്ടാവില്ലേ, അൽക്കഫും സലാത്തും എന്നൊരു ഏട്. അൽക്കഫും സലാത്തും, അതിൽ പകുതി അൽക്കഫ് ബാക്കി ഒരു സ്വലാത്താണ് ഉണ്ടാകുക. ആ സ്വലാത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ്. വെള്ളിയാഴ്ച നമ്മൾ ചെല്ലുന്ന സ്വലാത്ത്. അതിൻ്റെ പിന്നിലൊരു താരീഖ് ഉണ്ട്. മഹാനവറുകൾ ഒരിക്കൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ മറ്റൊരു കിണറുണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വെള്ളം അടിയിൽ കുറച്ചുണ്ട്, കിട്ടാനൊരു വയ്യുമില്ല, ബക്കറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൂട്ടി ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ മൂപ്പരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളമില്ലായിട്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോൾ, അതിനിങ്ങനെ നടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ആ കിണറ്റിക്ക് ഒന്നിങ്ങനാണ്ട് ഊതി, ഉമിനീരിൻ്റെ ഒരു സ്പാർക്കിങ്, വെള്ളം കണ്ട് പൊന്തി വന്നു. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിൻ്റെ ഗുരുനാഥൻ അതിന് ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഏതായിരുന്നു ഇപ്പം റബ്ബേ ആ സ്വലാത്ത് എന്ന്. അതിലിങ്ങനെ ഇരുന്നും കണ്ടാണ്ട് എഴുതിയതാണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞ സലാത്ത്. പക്ഷെ അന്ന് നമുക്കത് ഓതാൻ നേരമില്ല കേട്ടോ. നമ്മൾ പള്ളിക്ക് ചെന്ന് ആ ഏടെടുത്തിട്ട് ഇങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇതിന് മുക്രി ബാങ്കാൻ കൊടുക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ജുമാക്ക് എന്നാൽ. പണ്ട് പറഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കൊളത്തൂർ വലിയ ജുമാഅത്ത് പള്ളിക്കാണ് ജുമാക്ക് പോവുക. പിന്നെ ഞങ്ങളവിടെ ഇപ്പോൾ ജുമാഅത്ത് പള്ളി വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9 മണി 9:30 മണിക്കൊക്കെ ജുമാക്ക് ചെല്ലുമ്പോൾ ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് 3 അൽക്കവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഞാനൊക്കെ ചെല്ലുമ്പോൾ, ഞാനൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ എത്ര നേരത്തെ ചെന്നാലും നമ്മൾ ചെന്നങ്ങാണ്ട് അൽക്കഫിൻ്റെ ഏടും കൊണ്ട് എടുക്കുമ്പോഴത്തേനും മുക്രികാക്ക വാങ്കട് കൊടുക്കും. മൂപ്പർക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കോ പോകാണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ കാട്ടിലുണ്ടോ തോന്നുക. ഒരു അൽക്കഫ് ഓതാൻ അയക്കൂലെന്ന്, അപ്പോൾ ഇതിൽ വാങ്ങി കൊടുക്കുക തന്നെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ. എന്തായാലും പണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പല പള്ളിയിലും ഏടന്നെ ഇല്ല, ചെല്ലണില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏട്? നിങ്ങൾ പോയി നോക്കി, പഴയ പള്ളിയിലൊക്കെ ആ ഓർമ്മക്ക് പാത്തിച്ച് ഏടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. മറ്റേതൊക്കെ 30 ദിവസമുള്ള മുസാഫ് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഇക്കാരം വെച്ചിട്ടുണ്ടാവുക. അതെന്തിനാ? അതിന് വേറൊരു പണിയുണ്ട്. അത് റമദാൻ മാസത്തിൽ ഒന്ന് മറിച്ചു വെക്കാനുള്ളതാണ്. അത് ഓതാനുള്ള ഒന്നല്ല. റമദാൻ മാസത്തിൽ ആദ്യത്തെ റമദാൻ 1 അന്ന് ദുഹുർക്ക് വന്നിട്ട് ആ പലക ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഒരു മുസാഫിന് മറിച്ചിങ്ങാണ്ട് ഒരു തുടങ്ങലുണ്ട്, അതിനുള്ളതാണ്. അന്ന് തുടങ്ങിങ്ങാണ്ടാണ് പോയാൽ പിന്നെ 25,000 വരല്, പിന്നെ അതിൻ്റെ ഇടയിൽ വരലില്ല. അങ്ങനെയൊക്കെയാണ്. അതിനുള്ളൊരു മുസാഫ് ഉണ്ടാവും. അവിടെ അൽസ്കോഫിൻ്റെ ഏട് മുസാനെ സ്വലാത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പഴയത് എവിടെയും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഷാദുൽ ഇമാമിൻ്റെ ഉസ്താദാണ് അതിൻ്റെ ആൾ. നമ്മൾ എന്തെങ്കിലുമൊക്കെ അടങ്ങാറായ നാരിയ സ്വലാത്തും ഇല്ലല്ലോ. ഷാദുൽ ഇമാമിൻ്റെ മുരീദാണ് നാരിയ സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദലായിലുൽ ഖൈറാത്ത് ഷാദുൽ ഇമാമിൻ്റെ. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹുവിനെ ഞാൻ പറഞ്ഞു. അബുൽ അബ്ബാസ് മുർസി എന്ന് പറഞ്ഞത് ഷാദുലി റളിയല്ലാഹുവിൻ്റെ നേരെ ശിഷ്യനാണ്.
അവരുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദവൈത്ത് എഴുതിയത്. ഷാദുൽ ഇമാമിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യൻ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിന് ജീവിതകാലം മുഴുവനും ഖിദ്മത്തെടുത്ത് കൂടെ നടന്നു ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു, മോനെ അനക്ക് വേണ്ടി ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ദോരക്കണം എന്ന് കരുതുന്നുണ്ട്, എന്താ ദോരക്കേണ്ടതെന്ന് ചോദിച്ചു. പെണ്ണുങ്ങളെ എടി നിങ്ങൾ വർത്താനല്ലല്ലോ പറയണേ? അല്ലല്ലോ വർത്താനല്ലല്ലോ? അല്ല 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 പോലെ കാലുമെന്ന് അച്ഛണ്ടായതാണ്. ഇനി കാലുമെന്ന് അച്ഛണ്ടാണ്ട് കേട്ടോ. നേരെ ഇരിക്കുക, അവിടെ ഒന്ന് അടങ്ങിയിരിക്കി. 5 ആളും സ്ഥലം ചേരിക്കാൻ അവിടെ ഇരിക്കും. സിബിട്ടാളി തുറക്കരുത്. അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു ശിഷ്യനായ ഇമാം ബൂസൂരിയോട് ഒരിക്കൽ ചോദിച്ചതാണ്. കുറേ കാലം ഇങ്ങനെ ഒപ്പം ഖിദ്മത്തെടുത്ത് നടന്നപ്പോൾ ഞാൻ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ദ്വാരക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, എന്താ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബെയ്ത്ത് എഴുതണം. ഖിയാമത്ത് നാൾ വരെ ഞാൻ എഴുതിയ ബെയ്ത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ എഴുതാൻ പാടില്ല. അങ്ങനെ തോരുന്നു. എന്നിട്ട് എഴുതിയതാണ് ബുർദ ബെയ്ത്ത്. അന്ന് തുടങ്ങിയതാണ് ബുർദ അല്ലല്. ഇപ്പോഴും കവിതകൾ പലതും വന്നെങ്കിലും ബുർദ ബെയ്ത്തിനെ കവച്ചു വെക്കുന്ന ഒരു കവിത പിന്നീട് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒക്കെ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഴിയിലാണുള്ളത്. മഹാനായ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു നാളെ സ്വർഗത്തിൽ കൂലി നൽകും. 120 വരികൾ ഈ മുസ്ലിം ഉമ്മത്ത് നാളെ സ്വർഗത്തിലേക്കുണ്ടാകുമെന്നും അതിൽ 90 വരികളും എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. ആകെ സ്വർഗത്തേക്ക് മൊത്തം പോക 120 വരി ആൾക്കാരാണ്. അതിൽ 90 വരിയും എൻ്റെ ഉമ്മത്തും, 30 വരി ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളുടെ ഉമ്മത്തുമാണ്. എല്ലാ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ 1,23,999 നബിമാർ വേറുണ്ട്. ഒക്കെ കൂടിയും കൂട്ടിയാൽ 30 വരി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് 90 വരി. നാളെ മഹ്ശറയിൽ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നത് നമ്മളെയാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമ്മൾക്കാകുന്നു. എന്നാൽ ലോകത്തൊരുപാട് ഉമ്മത്ത് കഴിഞ്ഞു പോയതിൽ ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ളതും ഞമ്മക്കാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധന കാലഘട്ടം തന്നെ 1000 കൊല്ലമുണ്ട്. 950 കൊല്ലം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ഇസ്ലാമിക പ്രബോധനം തന്നെ നടത്തിയിട്ടുണ്ട്. ജീവിതം ഇലാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. മുൻകഴിഞ്ഞ നബിമാരും അവരുടെ ഉമ്മത്തുകളും ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കൂടുതൽ ഇബാദത്തെടുക്കാൻ കഴിയുന്നത് നമുക്കാണ്. അതുകൊണ്ട് എല്ലാ ഫളായിലുകളിലും കൂടുതൽ ശ്രദ്ധ പതിക്കണം. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണേ. നമുക്ക് മാത്രമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഉദാഹരണം പറയാം. നിസ്കാരം മുൻകഴിഞ്ഞു പോയ പല ഉമ്മത്തിനുണ്ട്, പക്ഷെ ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മാതിരി 5 നേരത്തെ നിസ്കാരം അല്ല എന്ന് മാത്രം, നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുൻകഴിഞ്ഞു പോയ ഒരു ഉമ്മത്തിനും ബാങ്കുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമാകുന്നു ബാങ്കുള്ളത്. ഫളായിലുകളെ കൂടുതൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഫറള് നിസ്കാരം ബാങ്ക് ഇഖാമത്തും കൊടുക്കാതെ നിസ്കരിക്കരുത്. അത് നമുക്ക് മാത്രമേ ഉള്ളതാണ്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാങ്ക് ഇഖാമത്തും അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ നിസ്കരിക്കുക എങ്ങനെയാ വെച്ചാൽ ഒതുണ്ടാക്കി ചെന്നുകൊണ്ട് വേഗം അല്ലാഹു അക്ബർ അങ്ങനത്തെ വിരട്ടെ ബാങ്ക് ഇഖാമത്തും കൊടുക്കൂല. നിസ്കാരം എല്ലാവർക്കും ഉണ്ട്, നിസ്കരിച്ചണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ബാങ്ക് ഇഖാമത്തും എന്തായാലും കൊടുക്കണം. വലിയ ഫളായിലുള്ളതാണ് ബാങ്ക് ഇഖാമത്തും. ബാങ്ക് ഇഖാമത്തും ഒരാൾ കൊടുത്താൽ അവന് ഈമാൻ ഇല്ലാതെ മരണപ്പെടേണ്ടി വരൂല. ബാങ്ക് ഇഖാമത്തും പിശാചിൽ നിന്ന് കാവൽ തേടുന്നതാണ്. ബാങ്ക് ഇഖാമത്തും ശഫാഅത്തിനെ നിർബന്ധമാക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അശ്രദ്ധയായി കൈകാര്യം ചെയ്യുന്ന ദുആ ബാങ്കിന് ശേഷമുള്ള ദുആയിക്കാരെന്നാണ്.
اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد എന്ന ദുആ ഒരാൾ നടത്തിയാൽ വജബത് ലഹു ഷഫാഅതിഹി ഹബീബുനാ റസൂലുള്ളാഹി, അവൻ എൻ്റെ ഷഫാഅത്തിനെ നിർബന്ധമാക്കി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ബാങ്ക് ഇഖാമത്തും കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിട്ടും. ഒരാളൊരു വെള്ളിയാഴ്ച ജുമഅക്ക് പോയാൽ അവന് 10 ജുമഅൻ്റെ കൂലിട്ടും. ആ വെള്ളിയാഴ്ചയിലെ ജുമ ഒരാൾ തലമറച്ച് നിസ്കരിച്ചാൽ 70 ജുമഅൻ്റെ കൂലിട്ടും. ഒരാൾ ളുഹർ നിസ്കരിച്ചാൽ 10 ളുഹറിൻ്റെ കൂലിട്ടും. അത് ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ 24 ഇരട്ടി കൂലി വേറെ കിട്ടും. അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിയാണ്. ഈ ഇരിക്കണേൽ ഇപ്പം നിക്കരിച്ചാത്തത് ആരും ഉണ്ടാവും എന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനത്തെ ഒരു വരില്ലല്ലോ പരിപാടിക്ക്. ജുമഅക്ക് പോകാത്ത ആരും ഇപ്പം ഇതിലുണ്ടാവില്ല. ജുമഅക്ക് പോകാത്തൊരു ഏതായാലും മജ്‌ലിസുകളുടെ വാർഷികത്തിന് വരൂലല്ലോ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ മിക്കവാറും ഉണ്ട്, ആണുങ്ങളുണ്ട്. ലേശം കുറവുള്ളത് കാരണന്മാരാണ്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. കാരണം അല്ലേ, എനിക്കിങ്ങനെ തോന്നി അങ്ങനെയാണ്. ഉണ്ട് കുറവ്. കാരണന്മാർ ഇവിടെ കുറവാന്ന് പറഞ്ഞാൽ വന്നത് കുറവെന്നല്ല, അതായത് നാട്ടിൽ കുറവെന്നല്ലല്ലോ. എന്തായാലും ഒലക്കെ വേണം. വയസ്സായവരും കുട്ടികളും ദുആന്റെ ഇജാബത്തിന് വളരെ പ്രധാനമാണ്. അവരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്തുണ്ടാവണം. അപ്പോഴൊക്കെയാണ് സംഗതി ഉഷാറാകുക. പിന്നെ എപ്പോഴും ദീനീ പ്രബോധനം വളരെ നല്ല നിലയിൽ നടക്കുന്നതും അങ്ങാടിയുടെ പ്രശ്നങ്ങൾ വല്ലാതെ ബാധിക്കാതിരിക്കുന്നതൊക്കെ ഉൾപ്രദേശങ്ങളാണ്. അതുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ഉൾപ്രദേശങ്ങൾ തന്നെയാണ്. യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ അടുത്ത് താമസിച്ചിരുന്ന കാലത്തെക്കുറിച്ച് എപ്പോഴും പറയലുണ്ടായിരുന്നു. ഹലീമ ബീവിയുടെ സഅദിയ എന്ന് പറഞ്ഞ ഗോത്രാണ്, അത് ഉൾനാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്താണ്. മക്ക എന്ന് പറയുന്നത് അന്നത്തെ അങ്ങാടിയാണ്. വർത്തക മുതലാളിമാർ താമസിക്കുന്ന സ്ഥലം, അതായത് കച്ചവടക്കാരുടെ സ്ഥലം. മക്കക്കാർക്ക് ആകെ 2 പരിപാടിയാണുള്ളത്. ഒന്ന് കച്ചവടമാണ്, ഒന്ന് കൃഷിയാണ്. കൃഷി മക്കയിലല്ല. ശരിക്ക് മക്കത്ത് കൃഷി സ്ഥലമൊക്കെ കുറവാണ്. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ഈജിപ്ത്, ജോർഡാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷി സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അവിടുന്ന് കൃഷി ചെയ്താൽ അതും കച്ചവടം തന്നെ ഇക്കാരം. അപ്പോൾ ഓലെ കൃഷി എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ്. കൃഷിയില്ലാത്തവർക്ക് അല്ലെങ്കിലും കച്ചവടമാണ്. അതുകൊണ്ട് മക്കയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കച്ചവടക്കാരായിരുന്നു. ഈ കച്ചവടക്കാർക്കൊരു പ്രശ്നമുണ്ട്. ഒരു ഭാഷ മുഴുവനായിട്ടും പറയില്ല, എല്ലാ ഭാഷയും കൂടിയാണ് പറയാം. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ചേരം നിന്നിട്ട് വന്നാൽ മലയാളം മുഴുവൻ പറയില്ല. കുറച്ച് മലയാളം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പുട്ടിൽ തേങ്ങട്ടമാതിരി ആവശ്യമില്ലാത്തടത്തൊക്കെ കുറേ ഇൻഷാല്ലയും ഒക്കെ ഉണ്ടാവും. കുറേ ആവശ്യത്തിന് പറയാനുള്ള സാധനമല്ലോ. ആവശ്യമില്ലാത്തടത്തൊക്കെ വല്ലായും സുമ്മ വല്ലായും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് അറബിയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ചൈനീസൊക്കെ കൂടിയിട്ടുള്ളൊരു സംസാരിക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധമായ അറബിയ സംസാരിച്ചിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് നബി തങ്ങൾ എപ്പോഴും വാചാലമായി സംസാരിക്കാറുണ്ടായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്നവൻ ഞാനാണ്. കാരണം ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് സഅദിയ ഗോത്രത്തിൽ നിന്നാണ്. സഅദിയ എന്ന് പറയുന്നത് ഉൾനാടൻ പ്രദേശമാണ്. ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാൻ പഠിച്ചത്. ഒരു 1.5 വയസ്സ് മുതലാണ് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ സംസാരം തുടങ്ങുന്നത്. 1.5 വയസ്സാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടി 50 വാക്കുകൾ സംസാരിക്കണമെന്നാണ് നിയമം. 1.5 വയസ്സുള്ള ഒരു കുട്ടി 50 വാക്ക് സംസാരിക്കണം. 1.5 വയസ്സ് വ്യക്തമായി സംസാരിക്കണം എന്നില്ല, അവ്യക്തമായ സംസാരം, വാപ്പ അമ്മ പപ്പ അമ്മമ്മ അങ്ങനെയൊക്കെയുള്ള അവ്യക്തമായ 50 വാക്ക് സംസാരിക്കണം. 1.5 വയസ്സ്. 1.5 വയസ്സാകുമ്പോൾ 50 വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും മൊത്തം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കുകൾ എന്ന പുതിയ ആശുപത്രികൾ വരുന്നുണ്ട്. സംസാരിക്കാത്ത കുട്ടികൾക്കുള്ള പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ്.
ഇന്നിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഒരു കുട്ടീനെ പ്രസവിച്ചാൽ ഉടനെ 2-3 ടെസ്റ്റ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ചെവി ടെസ്റ്റ് ചെയ്യും, സംസാരത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ നോക്കാൻ. കാരണം എന്താ, ഇന്ന് സംസാരത്തിന് വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ്. മക്കളെ, എടാ നിങ്ങൾക്ക് എന്താ പരിപാടി? നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കിയതിട്ടാണ്. ഞാൻ നിങ്ങളെ പറ്റിയിട്ട് നല്ല വർത്താനൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കരുതേ, ആകെ എരപ്പാവും. ഞാനും നിങ്ങളൊക്കെ മൊത്തത്തിൽ എരപ്പാവും. അപ്പം എന്തേ പറഞ്ഞു, 1.5 വയസ്സുള്ള കുട്ടി 50 വാക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ ചികിത്സിക്കേണ്ടി വരും. ഇന്ന് അധിക കുട്ടികളും 1.5 വയസ്സിൽ 50 വാക്ക് സംസാരിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും 1 കൊല്ലം മുമ്പിലുണ്ടായിരുന്നത്. 2.5 വയസ്സായ കുട്ടി 150 വാക്ക് സംസാരിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 വയസ്സിൽ തന്നെ 150 വാക്ക് സംസാരിച്ചിരുന്നു. അതാണ് സംസാരം. എവിടുന്ന് പഠിച്ചു? ഹലീമ ബിവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് പഠിച്ചു. ഹലീമ ബിവി റളിയല്ലാഹു അൻഹ ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ്. എന്താ കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. എന്താ കുട്ടി സംസാരിക്കുന്നതിൻ്റെ കാരണം? ഉമ്മയും വാപ്പയും കുട്ടിയോട് ധാരാളമായി സംസാരിക്കുന്നു എന്നതാണ് കുട്ടി സംസാരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത്? ഉമ്മയും വാപ്പയും കുട്ടികളോട് സംസാരിക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത്. ഈ സംസാരശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് നാവിന് പ്രശ്നമൊന്നുമില്ലല്ലോ. സംസാരശേഷി ഇല്ല എന്ന് പറഞ്ഞത് നാവിൻ്റെ പ്രശ്നമല്ലല്ലോ, ചെവിയുടെ പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സംഭവം? സംസാരശേഷി ഇല്ലാത്ത ആളുടെ നാവിനല്ല പ്രശ്നമുള്ളത്, ചെവിക്കാണ് പ്രശ്നമുള്ളത്. സംസാരം കേട്ടില്ല, അതിനാൽ സംസാരിച്ചില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങളൊന്നും ജന്മനാ സംസാരിക്കാനുള്ളതല്ല. നാവ് ജന്മനാ സംസാരിക്കാനുള്ള സാധനമല്ലല്ലോ, രുചി അറിയാനുള്ളതാണ്. ചുണ്ട് ജന്മനാ സംസാരിക്കാനുള്ളതല്ല, തൊള്ള അടച്ചു വെക്കാനുള്ളതാണ്. പല്ല് ജന്മനാ സംസാരിക്കാനുള്ളതല്ല, അത് കോയിൻ്റെ കാല് പൊരിച്ചത് കിട്ടിയാൽ കടിച്ചിട്ട് കണ്ട് വലിക്കാനുള്ള സാധനമാണ്, സംസാരിക്കാനല്ല. തൊണ്ട സംസാരിക്കാനുള്ളതല്ല, ആമാശയം സംസാരിക്കാനുള്ളതല്ല. ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ സംസാരം പഠിക്കുകയാണ്. അത് പഠിച്ചതിൻ്റെ കാരണം ചെവി കൊണ്ട് നമ്മൾ സംസാരങ്ങൾ കേട്ടു എന്നതാണ് കാരണം. ഇന്ന് കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം കേൾക്കുന്നില്ല സംസാരം എന്നതാണ്. എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഉമ്മയും ബാപ്പയും മൊബൈലുമ്മയായി എന്നതാണ് സംസാരിക്കാത്തതിൻ്റെ കാരണം. ഉമ്മാക്കും കുട്ടിക്കും മാത്രം മനസ്സിലാവുന്ന ചില ഭാഷയൊക്കെ ഉണ്ടാവും, ഉമ്മമാർക്ക് അതൊന്നൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾ ചോറ് കഴിക്കാൻ പറയുമ്പോൾ മാമു കഴിച്ചാന്ന് പറയും. ഡിക്ഷണറി മൊത്തം തിരഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ, മാമു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ കാണൂല. ഇത് പറയാൻ വേണ്ടി തിരഞ്ഞു തന്നെയാണ്. കുറേ ഡിക്ഷണറി തിരഞ്ഞിട്ടുണ്ട്, മാമു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അതിനർത്ഥമില്ല. അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയുന്ന ഒരു ഭാഷയാണ് ചോറ് കഴിക്കുക എന്നുള്ളതിനാണ് പറയുന്നത് ആ സാധനം. അത് ഒരു ഭാഷയല്ല, പക്ഷേ ഉമ്മാക്കറിയാം കുട്ടിക്കറിയാം എന്താണ് ആ സാധനം എന്നത്. അങ്ങനെ കുറേ സാധനമുണ്ട്. വേണ്ടാത്ത ചെയ്താൽ ചെന്തുക്കാരം പിടിക്കും എന്ന് പറയും, അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. പോത്താമ്പി എന്നൊരു സാധനം ഇല്ലല്ലോ. ഒക്കെ ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ചില സാധനങ്ങളാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടിയോട് ഉമ്മയും വാപ്പയും സംസാരിക്കും 1.5 വയസ്സാവുമ്പോഴേക്ക്. അതുകൊണ്ട് 1.5 വയസ്സാവുമ്പോൾ കുട്ടി 50 വാക്ക് സംസാരിക്കും. ഇന്ന് ആ സംസാരമില്ലാതെയായി, അതിനാൽ കുട്ടികൾ അധികവും സംസാരിക്കാതെയായി. ഇപ്പം എല്ലാ കുട്ടികളെയും 2 വയസ്സായിട്ട് സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പിക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും 1 വയസ്സ് മുന്നിലാണ് സംസാരം ഉണ്ടായിരുന്നത്. അങ്ങനെ ഹലീമ ബീവിയുടെ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കണം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല നഷ്ടപ്പെടുന്നത്, ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെടാൻ. ജുമയ്ക്ക് പോകാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ ജുമയ്ക്ക് പോയിട്ട് തട്ടിൻ്റെ മേലെ കയറി ഇരുന്ന് വർത്താനം പറയാത്ത ആൾക്കാർ വളരെ കുറവായി. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് ജുമയ്ക്ക് പോകാത്തവരുണ്ട്. പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നോൽമ്പ് വിൽക്കാത്തവരുണ്ട് പഴയ കാലത്ത്.
പുതിയാപ്പിള സൽക്കാരം എന്ന് പറഞ്ഞാൽ പഴയ പുതിയാപ്പിള സൽക്കാരം പുതിയാപ്പിളി ഓൻ്റെ ചങ്ങായിമാരോ പോവുക. ഇന്നിപ്പോൾ അത് വേണ്ട വെച്ചിട്ട് നമ്മൾ പെരക്കാർ പോകലാക്കിയിട്ടുണ്ട്. ചങ്ങായിമാരെ ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ നോൽമ്പോൽക്കാത്ത വേണ്ട എന്ന് കരുതിയിട്ട് പുതിയാപ്പിളി ഓൻ്റെ ചങ്ങായിമാരും പോയാൽ നോൽമ്പോൽക്കാത്തത് കുറേ ഉണ്ട് പഴയ കാലത്ത്. ഇന്ന് നോൽമ്പോൽക്കാത്ത ഒറ്റ ചെറുപ്പക്കാരെ കാണൂല. നോൽമ്പ് വച്ചിട്ട് നിക്കരിച്ചാത്തവരുണ്ടാവും പഴയ കാലത്ത്, നിക്കരിച്ചിട്ട് നോൽമ്പോൽക്കാത്തവരും ഉണ്ട്. ഇതൊന്നും പുതിയ കാലത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ റമദാൻ മാസമാണ് വരുന്നത്. മേച്ചേരിപ്പറമ്പ് അങ്ങാടിത്തെ പള്ളി പോയിട്ട്, അങ്ങാടി പള്ളി ഇല്ലേ, അങ്ങാടിത്തെ പള്ളി പോയിട്ട് പിന്നെ ഒരു ദൂരംസ്കാരത്തിനോ അസറസ്കാരത്തിനോ പള്ളിക്ക് കയറിയാൽ ഹൗദക്ക് വെള്ളം അടിച്ചാലും തികയില്ല. ചെറുപ്പക്കാരുണ്ട് കയറി നിക്കരിച്ചിട്ട്, അല്ലാതെ വയസ്സന്മാർ നിക്കരിച്ചിട്ടല്ല. അപ്പോൾ നിക്കരിച്ചാത്തവർ വളരെ കുറവാണ്, നോൽമ്പ് വിൽക്കാത്തവർ വളരെ കുറവാണ്. ഇപ്പം എന്താ പ്രശ്നമുള്ളത്? ആ നിക്കരിച്ച നിസ്കാരവും ആ നോറ്റ നോൽമ്പും ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒരാൾ പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അവൻ്റെ 40 കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൻ്റെ സനദിൽ അല്പം ദുഅഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒരു ഗൗരവമുള്ള വർത്താനാണ്. നമ്മളാകെ 40 കൊല്ലം ആയിട്ടുണ്ടാവില്ലേ ഇബാദത്ത് എടുക്കാൻ തുടങ്ങിയിട്ട്. അതൊരു വെള്ളിയാഴ്ച അയക്കാരം നല്ലതെന്നാൽ പോവാതിരിക്കലല്ലേ, എന്താണ് പരിപാടി? അപ്പം നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അത് നമ്മൾ തന്നെ ബാത്തിലാക്കുകയാണ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന വിവരം നാളെ രാവിലെ ചെന്നാലും പറയും. പള്ളി മദ്രസൻ്റെ ബാത്റൂം നേരാക്കാൻ വേണ്ടി പിരിവിന് എന്നതാണ്. അപ്പോൾ കയറി ഇരുന്നാൽ ആദ്യം തുടങ്ങാൻ ഞാനേ അന്ന് ഹജ്ജിന് പോയപ്പോൾ അബൂജാലിൻ്റെ ബാത്റൂമിലാണ് തൂറിയത് എന്നറിയും. വെറുതെ പറയുന്നെ 20 കൊല്ലം മുമ്പ് പോയ വർത്താനം എപ്പോഴും പറയാൻ എന്താപ്പോൾ കാട്ടുക? അങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യായല്ല ചെയ്തത് ബാത്തിലാക്കുക. ഹജ്ജ് വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ ഹജ്ജിനൊക്കെ പോണ സമയമായി. 2 കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം. 1, ഹജ്ജ് ആഘോഷമാക്കി മാറ്റാതിരിക്കണം. 2, ഹജ്ജ് വിശദീകരണ പരിപാടി നിർത്തിവെക്കണം. ഹജ്ജ് വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അതിങ്ങനെ പറയന്നെ, വിശദീകരിക്കന്നെ. അവിടെ അങ്ങനെ ആ പാലത്തിൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് മറ്റോടത്ത് കൂടി എങ്ങനെ വന്നിട്ട് അതൊക്കെ അവിടെ പോണ എല്ലാവരും ചെയ്യണതാണ്. പാലത്തിനോട്ട് കൂടി അങ്ങോട്ടും പിന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ടും ഒക്കെ അതൊന്നും അത്ര പറയാൻ മാത്രമൊന്നുമില്ല. തൊള്ളേത്തെ നാവ് അടങ്ങി നിന്നാൽ സംഗതി വളരെ ഉഷാറായി. അപ്പോൾ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ മാറ്റം, ഇബാദത്തുകൾ കുറേ ഉണ്ട്, പക്ഷെ ചെയ്ത ഇബാദത്ത് ബാത്തിലൊക്കെയാണ്. ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണ അറിയങ്ങൾ? പഴമക്കാരായ ആളുകളോട് ചോദിച്ചറിയാം. പാടത്ത് കന്നൂട്ടാൻ പോയിട്ട് കന്നൂട്ടണതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം തോന്നിങ്ങാണ്ട് കയറി വന്ന് കയ്യും കാലും തേച്ചീറ്റ് കട്ടിലുമ്മ നീണ്ടു കയറുന്ന കടന്നുങ്ങാണ്ട് ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മൗത്തായ കുറേ ആൾക്കാരാണ് പഴയ കാലത്ത് മരിച്ചുപോയത്. ഏത് കാലം? പള്ളിക്കൽ വെള്ളിയാഴ്ച ഖുതുബ തുടങ്ങാൻ 40 ആള് തികയായിട്ട് മൊല്ലാക്ക പാടത്തുനിന്ന് വിളിച്ചിരുത്തി കൊണ്ടെന്ന് പള്ളിക്കുളത്തുനിന്ന് കുളിപ്പിച്ച് കള്ളിത്തുണി തിരുമ്പിച്ചിട്ട് 40 തേച്ച് നിക്കരിച്ചിരുന്ന കാലത്ത് ആൾക്കാർ മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടായിരുന്നു. ഇന്ന് ഈ ഇരിക്കണ നമ്മളെല്ലാവരും ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ്ടിട്ടില്ലേ? ആരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയേ? ഇതൊരു വിഷയമല്ലേ, സംഗതി ഒരു പ്രശ്നമാണല്ലോ. എത്ര ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ നമ്മൾ കണ്ടു, ഒരുപാട് ആൾക്കാർ മരിച്ചനെ നമ്മൾ കണ്ടില്ലേ? ഇതൊരു വിഷയമല്ലേ? മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കിയാൽ എന്നല്ല കേട്ടോ, ആയാൽ എന്നാണ്. ആക്കാൻ കഴിയൂല, അത് ആകലാണ്. കാരണം മരണത്തിൻ്റെ ഹാല്, സക്കറാത്തിൻ്റെ സമയം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോഴുള്ള ഈ ശ്രദ്ധയിലല്ല ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആക്കാൻ കഴിയൂല, ഓട്ടോമാറ്റിക് ഉണ്ടാവണം. അതാവണമെങ്കിൽ എന്ത് വേണം? ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അവസാനം ഈമാനോടുകൂടെ മൗത്താകണമെങ്കിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. ഈമാൻ ഊരപ്പെടുന്ന ചില ആളുകളുണ്ട്.
ഒന്ന് ഉമ്മാനെ അടങ്ങാറാക്കിയോൻ്റെ ഈമാൻ ഉരപ്പെടുന്നതാണ്. ഇമ്മാനെ അടങ്ങാറാക്കിയാൽ ദുന്യാവും തന്നെ അനുഭവിക്കുന്നു മാത്രമല്ല, ഓൻ അനുഭവിച്ചു എന്ന് 4 ആൾ അറിയും കൂടിയും ചെയ്യും. ആൾക്കാർ പറയും ഓനൊക്കെ അത് വന്നില്ലെങ്കിലേ പറയാനുള്ളൂ, ഓൻ്റെ ഉമ്മാനെ അത്ര ഇടങ്ങാറാക്കിയിട്ടുണ്ട് എന്ന് പറയും. ഉമ്മാനെ അടങ്ങാറാക്കിയാൽ ദുന്യാവെന്ന് അനുഭവിക്കും. 3 സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും എന്നാണ്. ഒന്ന് കാബമ്മക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും. 2 മുസാഫക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും. 3 ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും. 3 സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും. മൊബൈൽക്ക് വെറുതെ നോക്കിയാൽ ഒന്നും കിട്ടൂല. കണ്ണിൻ്റെ കാഴ്ച പറയാ തിമിരത്തിൻ്റെ പിന്നെ സർജറിക്ക് കൊണ്ടിരുന്നല്ലാതെ വേറെ ഒന്നും കിട്ടൂല. ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും. കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും. ഓതാൻ അറിയില്ലെങ്കിലും മുസാഫ് മറിച്ചിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും. ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ പഴയ കാലത്തുണ്ടാവും, ഓതാൻ അറിയാത്തവരുണ്ടാവും. വെറുതെ മുസാഫ് മറിച്ചിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പേജ് മറിച്ച് കണ്ട് അയക്ക് ഇങ്ങനെ നോക്കി വെറുതെ നോക്കിയാൽ കൂലിട്ടും. ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയാൽ കൂലിട്ടും. എന്നാലൊരാൾ ഉമ്മാനെ അടങ്ങാറാക്കിയാലോ ദുനിയാവിൽ നിന്നു തന്നെ അനുഭവിക്കും, അവൻ്റെ ആഖിബത്ത് ചീത്തയാവുകയും ചെയ്യും. ഈ ഈമാൻ സലാമത്താകാൻ ചില പ്രത്യേകമായ വഴികളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈമാൻ സലാമത്താകുന്ന ആള് ഉറക്കം സൂക്ഷിക്കുന്ന ആളാണ്. ഉറക്കം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞ മാതിരി ഉറങ്ങുന്ന ആൾക്ക് ഈമാൻ സലാമത്താവും. കാരണം ഉറക്കം മരണത്തിൻ്റെ പരിശീലനമാണ്. ഒരാളെങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ്. എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും. രാത്രി 2 മണി വരെയും പന്ത് കളി കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ്, ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ്, TV-യിൽ നോക്കിയിരിക്കാൻ, മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ്. കടക്കാൻ ചെന്നാൽ ഞമ്മക്കൊരു നേരം വെക്കൽ, അല്ലോ 12:30 ആയോ, പിന്നെ ദിക്റും സലാത്തൊന്നുമില്ല, ഒറ്റ മറിച്ചിലാണ്. അതേമാതിരിയാണ് മരിക്കുമ്പോൾ. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ്. എന്തിനു നേരമില്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു 5 മിനിറ്റ് നേരം ഉണ്ടായേ പറ്റൂ. എന്താ വേണ്ടത്? കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം. കുളിച്ചാൽ വളരെ ഉഷാറായി, ഒളുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി. ഇനി അതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം. വിരിപ്പ് നന്നായിട്ട് 3 പ്രാവശ്യം കുടഞ്ഞ് വിരിക്കണം. വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് 3 പ്രാവശ്യം കൊട്ടണം. വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ 3 പ്രാവശ്യം കുടഞ്ഞിട്ട് ആയിക്കൊന്ന് വിരിക്കണം. വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം. എന്നാൽ അധികം ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ടൊരു വേദന, ഇതിൽ കൂടി എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വേദന. എന്താ കാരണം? വിരിപ്പ് മടങ്ങിയതാണ് കാരണം, വേറെ കാരണമൊന്നുമില്ല. ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു. എന്താ കാരണം? വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം, വേറെ അതിന് കാരണമൊന്നുമില്ല. കുട്ടികളായിരിക്കുമ്പോൾ വല്ലാതെ അറിയില്ല, ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല, പ്രായമാകുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു മടക്കുണ്ടായാൽ മതി, രാവിലെ അവിടെ വേദന ഉണ്ടാവും. അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം. എന്നിട്ട് ആ വിരിപ്പിലിരിക്കണം. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. അദ്ദേഹം പറയുമ്പോൾ കുറേ സമയം എടുത്താലും ചെയ്യാൻ ആകെ 5 മിനിറ്റ് വേണ്ടി വരുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഒരു ഖുൽ അഊദു റബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിലൂതിയിട്ട് തല മുതൽ കാല് വരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ് 2 കയ്യിലും ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 3-ാം പ്രാവശ്യം ഒന്നും കൂടെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരെ തടവണം. 1 ആയത്തുൽ കുർസി ഓതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങണം. ഈമാൻ കാമിലായി മരിക്കും. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. ഈ ഒരൊറ്റ കാര്യങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവും. മനസ്സിലായി എന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാകുക? മനസ്സിലായി ചെയ്യൂല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായാൽ ചെയ്യുമല്ലോ. നമ്മൾ മനസ്സിലാകാത്തതാണ് ചെയ്യാത്തതിൻ്റെ കാരണം. നമുക്ക് പല കാര്യം മനസ്സിലാകണില്ല.
നാഷണൽ ഹൈവേയില് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാണ്ടി ലോറി വരുമ്പോ ഹൈവേന്റെ നടുക്ക് കയറിയിട്ട് 2 കയ്യും ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണും ചിമ്പിയിട്ട് പിരാന്തം വരെ നിൽക്കൂല. എന്താ കാരണം? ജീവൻ പോകും എന്ന ഈമാനാണ് കാരണം. പിരാന്തം നിൽക്കൂലല്ലോ. ബുദ്ധിയുള്ളവൻ ഏതായാലും നിൽക്കൂല, പിരാന്തൻ ഏതായാലും നിൽക്കൂല. എന്താ കാരണം? ഈമാൻ. 11 കോലുള്ള പൊട്ടങ്ങാറ്റിക്ക് പോയിട്ട് മേലെന്നിങ്ങനെ നോക്കിയിട്ട് താഴത്തേക്ക് പാറയാണില്ലേ എന്ന് പറയുള്ളൂ, ചാടൂല. എന്താ കാരണം? കയ്യും കാലും ഒടിയെന്നുള്ളത് ഈമാനാണ്. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്നത് ഈമാനായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓതൂലേ? ദാരിദ്ര്യം ആർക്കാ പേടില്ലാത്തത്? ഫക്കീറാവൽ ആർക്കാ പേടില്ലാത്തത്? 35 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. ദരിദ്രനാവാൻ 1 സെക്കൻഡ് മുഴുവൻ വേണ്ട. ദാരിദ്ര്യമാർക്കാ പേടില്ലാത്തത്? എല്ലാ മനുഷ്യനും പേടിക്കുന്നതാണ് ദാരിദ്ര്യം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഷ്റഫുൽ ഖൽഖായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖറാ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. വഹീദ് ഇൽമാൻ മുഹമ്മദ് നബി പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ ഇൽമാണ്. വഹയ് തെറ്റൂലല്ലോ, വഹയ് തെറ്റൂല. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ വാഖിയ ആരെങ്കിലും ഓതിയാൽ ലം യജിദുഹു ഫാഖത്തുൻ, അവന് ദാരിദ്ര്യം വരികയില്ല, അബദൻ, ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞമ്മക്കത് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ട്? മനസ്സിലായാൽ ചെയ്യും, മനസ്സിലായിട്ടില്ല, അതാ പ്രശ്നം. അപ്പോൾ ഞാനീ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകുക പറയണത്. മനസ്സിലായാൽ ജീവിതത്തിലുണ്ടാവും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ വേണ്ടുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ ഒന്ന് വിരിക്കുകയും പുതപ്പ് മടക്കി വെക്കുകയും ചെയ്താൽ വളരെ ഉഷാറായി. എന്താ ഞാൻ പറഞ്ഞത് ഉറങ്ങാൻ പോകുമ്പോൾ നല്ലോണം ഒന്ന് കയ്യും കാലും തേച്ചെക്കി ഒതുണ്ടാക്കുക. വിരിപ്പ് 3 പ്രാവശ്യം കുടഞ്ഞിട്ട് മടക്കില്ലാതെ നിവർത്തി വിരിക്കുക. വിരിപ്പിൽ ഇരുന്ന് ഒരു ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലക്, ഖുൽ റബ്ബിൻ നാസ്, കയ്യിലൂത, ശരീരം തടവുക. ഒന്നുകൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലക്, ഖുൽ റബ്ബിൻ നാസ്, കയ്യിലൂത, ശരീരം തടവുക. ഒന്നുകൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലക്, ഖുൽ റബ്ബിൻ നാസ്, കയ്യിലൂത, ശരീരമാസകലം തടവുക. ഒരായത്തുൽ കുർസി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സാലിഹീൻ എന്നോ. അതറിയാത്തൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ല. എന്നിട്ട് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങുക. അപ്പോൾ കിർണീം എന്ന് മൊബൈൽ വെല്ലടിച്ചു കിടന്നാൽ എന്താ വേണ്ടത്? എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റിരുന്നിട്ട് എന്താ മൊബൈലിൽ ബെല്ല് നോക്കണം. ഹലോ, രാവിലെ വിളിക്കട്ടോ, ശരി വെച്ചിട്ട് ബിസ്മി വരെ ഉള്ളതൊക്കെ അത് മതി. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് കിടക്കുക. ബിസ്മി ആദിക്കെന്ന് ചൊല്ലിയിട്ട് രണ്ടാമത് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈൽ കളിക്കാതെ ഉറങ്ങുക. അപ്പൊ അങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അങ്ങനെ ഡം 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 ഡിഗാ ഡിഗാ എന്ന് ബെല്ലടിച്ചു. എന്താ കിട്ടുക? നീച്ച മെസ്സേജ് വന്നതാണ്. മെസ്സേജ് അപ്പൊ നോക്കുമ്പോൾ ആരോ ഒരാൾ മരിച്ചതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സ്റ്റിക്കർ അടിച്ചു വിടുക. ആളെ കാട്ടുക. സ്റ്റിക്കർ കൊണ്ട് കാര്യമില്ല, പറയാണ് വേണ്ട കേട്ടോ. പറഞ്ഞു എന്നതിൻ്റെ തെളിവാണ് സ്റ്റിക്കർ. വെറും സ്റ്റിക്കർ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് സ്റ്റിക്കർ അടിച്ചു വിട്ടിട്ട് ബിസ്മി അല്ലിട്ട് ആയിക്കന്ന് കിടക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മൊബൈലും കളിക്കാതെയും വർത്താനം പറയാതെയും ഉറങ്ങുക.
തന്നെ എങ്കിൽ അവൻ കെലിമയിലേറ്റ് മരിക്കുള്ളൂ. കാരണം ഉറക്കത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഉറങ്ങുന്നവൻ്റെ ഒളു ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. വേളികുളത്തുകാരെ നല്ലോണം മനസ്സിലായിക്കോളി. ഉറങ്ങണ ആളെ ഒളു എപ്പോഴാണ് മുറിയണേ? ഉറക്കത്തിൽ കീഴ്വായി പോയാൽ മുറിയില്ല, ഉറക്കത്തിൽ അവരത്തുമ്മ തൊട്ടാൽ ഒളു മുറിയില്ല. ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും മുറിയും. എപ്പോഴാണ് മുറിയണത്? ഉണരുമ്പോഴാണ് മുറിയുന്നത്, ഉറക്കത്തിലല്ല. മരങ്ങളെന്താ മനസ്സിലാകാത്ത മാതിരി അന്തം വിട്ടുന്നു. ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണർച്ചയിലാണ്. ഉണരുമ്പോൾ ഒളു മുറിഞ്ഞു, ആയിക്കൊന്നുണ്ടാക്കണം. ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒളുവോടുകൂടെ മരണപ്പെട്ടു. ഉറങ്ങുന്നവൻ്റെ ഒളു ഉറക്കത്തിലല്ല മുറിയുന്നത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ഒളുണ്ടാക്കി കൊടുത്താൽ പിന്നെ മൂത്രം വന്നാലും രണ്ടാമത് ഒളുണ്ടാക്കണ്ടല്ലോ, കാഷ്ടം വന്നാലും രണ്ടാമത് ഒളുണ്ടാക്കണ്ട, ഔറത്തുമ്മ തൊടേണ്ട ആവശ്യം ഉണ്ടായാലും ഒളുണ്ടാക്കി കൊടുക്കണ്ട. എന്താ കാരണം? മയ്യത്തിൻ്റെ ഒളു മുറിയുകയില്ല. എന്തുകൊണ്ട് മുറിയില്ല? അവൻ ഉണരുന്നില്ല എന്നതാണ് കാരണം. ഉറങ്ങുന്നവൻ്റെ ഒളു ഉറക്കം കൊണ്ടല്ല മുറിയുന്നത്, ഉണർച്ച കൊണ്ടാണ്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒളുണ്ടാക്കി എങ്കിൽ ഉണരുന്നത് വരെയും അവൻ ഒളുവിലായിരിക്കും. ഇതന്നെയാണ് ദിക്റിൻ്റെ കാര്യവും. ഉറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ പിന്നീട് അവൻ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉറക്കത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നല്ല, സംസാരത്തിൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നാണ് ഹദീസിലുള്ളത്. മൻ ഒരാൾ കാന ആയി ആഖിറു കലാമിഹി അവൻ്റെ അവസാനത്തെ വാക്ക് ആയാൽ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായോന്നറിയില്ല. ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുന്നതിൻ്റെ ഇടയിൽ വർത്താനം നിർത്തി, മുണ്ടാതായി, ബോധം പോയി. 3 മാസം കഴിഞ്ഞിട്ടോ മരിച്ചാലും അവസാനത്തെ വാക്ക് ഏതന്നെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഈ പറഞ്ഞത്. അല്ലാതെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുക എന്നാണ്. അതുകൊണ്ട് ഒരാൾ ഉറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഉറങ്ങുന്നവൻ്റെ ദിക്റ് ഉറക്കത്തിൽ മുറിയില്ല, ഉറങ്ങുന്നവൻ്റെ ഒളു ഉറക്കത്തിൽ മുറിയില്ല, ഒക്കെ ഉണർച്ചയിലാണ് മുറിയുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഒരാൾ സൂക്ഷിച്ചാൽ അവന് പരിപൂർണമായ കെലിമ ചൊല്ലിയിട്ട് മരിക്കാൻ വേണ്ടി കഴിയും. ഉറക്കം സൂക്ഷിച്ചാൽ. എങ്ങനെയാണോ ഉറങ്ങുന്നത്, ഈ ഉറക്കത്തിലെ സൂക്ഷ്മത നഷ്ടപ്പെട്ടതാണ് ഇന്ന് കെലിമ ചൊല്ലി മരിക്കുന്ന ആളുകൾ കുറഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കേട്ട എല്ലാവരും ഇന്നു മുതൽ എന്തില്ലെങ്കിലും ഉറങ്ങുമ്പോൾ ഒന്ന് കയ്യും കാലും തേച്ചെങ്കിൽ ഒതുണ്ടാക്കി ഒന്ന് ശുദ്ധിയായിട്ട് ഒന്ന് ദിക്റും സലാത്തും ചൊല്ലിയിട്ട് കിടന്നതിൻ്റെ ശേഷം വർത്താനം പറയാതെയും മൊബൈലുമ കളിക്കാതെയും ഉറങ്ങണം. നല്ലൊരു പരിശീലനമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പരിശീലിക്കേണ്ട കാര്യം മരിക്കാനുള്ള പരിശീലനമാണ്. കാരണം ജീവിതം എന്ന പരീക്ഷയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എങ്ങനെ മരിച്ച് നോക്കിയിട്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവ് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നോക്കലാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മരിക്കുമ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കും, അല്ലാഹുവേ മരിക്കണ സമയത്ത് ഒരു കെലിമല്ല ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ, ആമീൻ പറയും. മരിക്കുമ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല ഒരാളുണ്ട്. ആനക്കരയിൽ ജീവിച്ചിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ്. ആനക്കര കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാരുടെ ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്നു. മരിക്കണതിൻ്റെ തൊട്ട് മുമ്പ് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽക്കാണ് നടത്തി. എന്ന് പറഞ്ഞാൽ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വഫാത്തായ ആളാണ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞ ആള്. തന്നെ സംഗതി. അപ്പം അതുകൊണ്ട് ചെറിയ സൂക്ഷ്മത. ഈമാനോടുകൂടെ മരണപ്പെടുന്നതിന് വേണ്ട ഒന്നാമത്തെ കാര്യം ഉറക്കം സൂക്ഷിക്കണം. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാരാവും. ഒന്ന്, എല്ലാ നല്ല കാര്യങ്ങളും ഒതുണ്ടാക്കിയിട്ട് ചെയ്യുക.
എല്ലാ നല്ല കാര്യം ഒതുണ്ടാക്കി ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഒതുണ്ടാക്കിയിട്ടാണ്. ഒരു കല്യാണ നിശ്ചയത്തിന് പോകുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. ഒരു നിക്കാഹിന് പോകുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. രാവിലെ അങ്ങാടിക്ക് ഓട്ടോറിക്ഷ എടുത്തുങ്ങാണ്ട് ഇറങ്ങാൻ, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ്ട് ഇറങ്ങുക. സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോകാൻ, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോകാൻ, ഒരു ഒതുണ്ടാക്കി പോവുക. സ്കൂൾക്ക് മാഷായിട്ട് പോകാൻ, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. എല്ലാ നല്ല കാര്യങ്ങളും ഒതുവോടുകൂടെ ചെയ്താൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ബിസ്മിതായിമാക്കുക. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക് എന്തായാലും ബിസ്മി ചെല്ലണം. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി നിർബന്ധമാക്കണം. ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണ്, ബിസ്മില്ല. ബിസ്മി നീട്ടിയിട്ടും ചെല്ലാൻ പറ്റും, ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും. ബിസ്മില്ലാ എന്നും ചെല്ലാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും ചെല്ലാം. നമുക്ക് ബക്കറ്റ് വീഡിയോ ഒക്കെ നടത്തണ്ടേ? അതെവിടെ എന്നിട്ട് വയലിങ്ങനെ കഴിയും സമയമാകുമ്പോൾ. ബക്കറ്റ് വീഡിയോ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നോട്ടെ. കൈ കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും. പായസം പായസം കൊടുത്താലിപ്പം ആയിക്കോട്ടെ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. പിരിവതിൻ്റെ ഇടയിൽ കൂടെ നടന്നോട്ടെ. ഒരു ബക്കറ്റ് കൊണ്ടുവരി. എല്ലാവരും കായ കിട്ടേണ്ട ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. ബിസ്മില്ലാ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കാം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, വയല് തുടങ്ങിയിട്ടൊരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയലിങ്ങനെ കഴിയും. നിങ്ങളതിൻ്റെ ഇടയിൽ ബക്കറ്റ് പിരിവ് മറന്നാൽ ആ നൂറുദ്ദീൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം പോകുമ്പോൾ. സാരി പൈസയും കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും, അതിൻ്റെ ഒപ്പം ആണല്ലോ. അപ്പം അതിനൊക്കെയുള്ള കായ്പ നിങ്ങളിരുന്ന് കിട്ടേണ്ടി വരും അവർക്ക്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ എടുത്തിട്ട് കൈ പിടിച്ചോളി. ഓരിപ്പോൾ ബക്കറ്റായിട്ട് വരും, അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഇവിടെ ഇവരടുത്തൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ മേടിച്ചോളി. എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ടേ. ഏതായാലും ഇവരിന്നൊക്കെ മേടിച്ചിട്ട് ഇന്ന സാസൊന്നും മേടിച്ചോളി. പെണ്ണുങ്ങളൊക്കെ എന്തായാലും കൊണ്ടുവരും, അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. കായ് കൊടുന്നവരൊക്കെ എടുത്ത് കൈ പിടിച്ചോളി. എന്നിട്ട് വരുമ്പോൾ അതിൽ ഇട്ട് കൊടുത്താൽ മതി. കൊടുന്നുണ്ടാവും എല്ലാവരും. പേഴ്സിൽ നിന്നൊക്കെ എടുക്കി. എന്നിട്ട് പെണ്ണുങ്ങൾ പിന്നെ 10 തൊട്ട് ഉള്ളു വെച്ചാൽ ഇട്ടാടില്ലെങ്കിൽ ഉള്ളതിന് അനുസരിച്ചൊക്കെ നന്നാക്കിയിട്ട് കൊടുക്കുക. ഏതായാലും ഇൻഷാ അല്ലാഹ് കുറച്ച് ചിലവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണമല്ലോ. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. അപ്പം ഇനി ഇവിടെ നോക്കുക എല്ലാവരും. പറയട്ടെ പറയണേ. നിങ്ങളിങ്ങനെ നോക്കണം, എന്നാലേ പറയുള്ളൂ. കുട്ടികൾ നോക്കിയിട്ട് കാര്യമില്ല, വലിയവർ നോക്കണം. കുട്ടികളല്ലെങ്കിലും നോക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുട്ടികളല്ലേ ഇക്കാരം പ്രശ്നമെന്ന്. വലിയവരും കൂടെ നോക്കണം, അപ്പോഴാ പറയാം. വഅതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക واستهجارك يا حبيبي عندك الظبي النافور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഒരു മനുഷ്യന് ഈമാനോടുകൂടെ മൗത്താവാൻ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ മരണത്തിൻ്റെ സമയത്ത് ഈമാൻ നഷ്ടപ്പെടുമെന്നാണ്. നമ്മളെന്താ സാധാരണ ചെയ്യാച്ചാൽ
ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ചെയ്യണ പണിയാണ് നിർത്തിയിട്ട് വേറെ വർത്താനം തുടങ്ങും. അതാണ് സാധാരണ ചെയ്യൽ. ഇവിടെ ചളി ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും വർത്താനം പറയും നമ്മൾ. അങ്ങനെയാണ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന്. നിസ്കാരത്തിൽ ഖുശൂ ഇല്ല എന്ന് എല്ലാവർക്കും പരാതിയാണ്. ഇപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ ഇല്ല. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാണെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നാണ്. ഹലോ, പായസത്ത് പോയോ? ഇല്ലല്ലോ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. എന്നാലേ നിസ്കാരത്തിൽ ഇതിപ്പോൾ നമ്മൾ തക്ബീറാണ് കെട്ടിയാൽ ഉള്ള പൈസ തരാനുള്ളവരെ കണക്കും കൊടുക്കാനുള്ളവരെ കണക്കും ഒക്കെ ഇങ്ങനെ മനസ്സിന് വരികയാണ്. 2 കാര്യങ്ങൾ സൂക്ഷിക്കാത്തതാണ് പ്രശ്നം. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവാൻ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. 1, ബാങ്ക് മുഴുവനായും കേൾക്കണം. അവർക്കാണ് നിസ്കാരത്തിൽ ഖുശൂ കിട്ടുക. 2, കാമിലായ ഒളു ചെയ്യണം. ഒളു പല ഐറ്റവും ഉണ്ട്. തട്ടിപ്പിലുള്ള ഒളുണ്ട്, കാമിലായ ഒളുണ്ട്, നാക്കിസായ ഒളുണ്ട്, പല ഒളുണ്ട്. മുഖം ഒരോട്ടം കഴുകി, കൈ ഒരോട്ടം കഴുകി, തല ഒരോട്ടം തടഞ്ഞ് കാലും കഴുകിയാൽ ഏറ്റവും ചെറിയ ഒളു ആവും. അത് പറ്റും. പക്ഷെ നിസ്കരിക്കാൻ അതൊന്നും പോരാ. കാമിലായ ഒളു ഉണ്ടായിരിക്കണം. മുൻകൈ കഴുകണം. മുൻകൈ കഴുകുമ്പോഴുള്ള ദുആ നടത്തണം. വായിൽ വെള്ളം കയറ്റി ചീറ്റണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. കൈ 2ഉം കഴുകണം. തല മുഴുവനായും തടവണം, ചെവി തടവണം, കാല് കഴുകണം. ഒളുണ്ടാക്കി കഴിഞ്ഞിട്ട് 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതദഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് ദുആ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് കാമിലായ വുളു എന്ന് പറയുന്നത്. അപ്പം 2 കാര്യങ്ങൾ ഉണ്ടായാലേ നിസ്കാരത്തിൽ ഖുശൂ കിട്ടുള്ളൂ. 1, ബാങ്ക് മുഴുവനായും കേൾക്കണം. 2, കാമിലായ വുളു ഉണ്ടാവണം. ഹാറൂൺ റഷീദ് എന്ന പേരായിട്ട് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അമീൻ മഅ്മൂൻ എന്ന് പറഞ്ഞിട്ട് 2 ആളുകളുടെ താരീഖ് പഠിക്കലുണ്ട്. ചെറിയ താരീഖിൻ്റെ ബുക്കിലൊക്കെ ഉണ്ടാവും അമീൻ മഅ്മൂൻ. അമീൻ മഅ്മൂൻ്റെ താരീഖ് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ ദറജ വാങ്ങിയ 2 ആൾക്കാരായിരുന്നു ഈ അമീനും മഅ്മൂനും. അതിൻ്റെ കാരണം അവർ ഉസ്താദിൻ്റെ ചെരുപ്പ് നേരാക്കി കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു എന്നതാണ് അവർക്ക് വലിയ ദറജ കിട്ടാൻ വേണ്ടി കാരണം എന്ന് ചെറിയ കുട്ടികളെ മദ്രസയിലെ താരീഖ് എന്ന പാഠപുസ്തകത്തിലുണ്ട്. ഈ അമീൻ മഅ്മൂനിൻ്റെ വാപ്പയാണ് ഹാറൂൺ റഷീദ് പറഞ്ഞത്. രാജാവായിരുന്നു. ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യത്തെ ഒരു ദിവസം നിന്നു. രാവിലെ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ ഹാറൂൺ റഷീദ് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് പുടിയാറച്ചതിൻ്റെ ശേഷം ഞാൻ സുബഹിൻ്റെ ബാങ്ക് കേൾക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നതിൻ്റെ ശേഷം സുബഹിൻ്റെ ബാങ്ക് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ ഹാറൂൺ റഷീദ് രാജാവ് കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ആളെ നിശ്ചയിച്ചിട്ട് സുബഹിൻ്റെ ബാങ്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് ഭാര്യനെ കൂട്ടിക്കൊണ്ടുവന്നതെന്നാണ്. അതിലുണ്ടായ കുട്ടികളാണ് അമീന് മഅ്മൂന് പറഞ്ഞ ആൾക്കാർ. അതാണ് കുട്ടികളുടെ ഗുണത്തിൻ്റെ കാരണം. ഒരു ബാങ്ക് കേൾക്കാത്തതിന് തെറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് കേട്ട് സുബഹിക്ക് അങ്ങനെ ബാങ്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ കുറേ കാലമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ നിലവിലുള്ള അവസ്ഥ. സുബഹിക്കൊരു ബാങ്ക് ഉണ്ടില്ലേ എന്നറിഞ്ഞിട്ട് തന്നെ ഒരുപാട് കാലമായി. ഇതാണ്. അപ്പോൾ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ 2 കാര്യം ചെയ്യണം. 1, ബാങ്ക് മുഴുവനായും ശ്രദ്ധിച്ച് കേൾക്കണം. 2ാമത്തേത് കാമിലായ വുളു ഉണ്ടായിരിക്കണം. അത് 2 ഉണ്ടായാലാണ് ഖുശൂ കിട്ടുക. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമാണ്. 1, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും വുളു ഉണ്ടായിരിക്കുക. 2ാമത് പറഞ്ഞത് ഏത് കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ല. ബിസ്മി നീട്ടിയിട്ടും ചൊല്ലാൻ പറ്റും, ബിസ്മി ചുരുക്കിയിട്ടും ചൊല്ലാൻ പറ്റും. നീട്ടിച്ചൊല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുരുക്കി ചൊല്ലൽ ബിസ്മില്ലാ. ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഖൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോയതായിരിക്കും.
അപ്പം എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മില്ല. എടുക്കലൊന്ന് ഇറങ്ങുകയാണ്, ബിസ്മില്ല. ചെരുപ്പിടുകയാണ്, ബിസ്മില്ല. വസ്ത്രം ധരിക്കുകയാണ്, ബിസ്മില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ജീവിതത്തിൽ, അത് നമ്മളെ ദുന്യവിയായ കാര്യമാണെങ്കിലും, രാവിലെ കന്നൂട്ടാൻ വേണ്ടി പോയതാണ്, ആ നഖമൊക്കെ വെച്ചിട്ടിട്ട് കന്നിനെ പാടത്ത് കണ്ട് ഇറക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൻ്റെ ഗുണം എന്തായാലും കാണും. തെങ്ങമ്മ കയറാൻ വേണ്ടി പോയതാണ്, ആദ്യത്തെ തെങ്ങമ്മ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ശീലമാക്കുക, വലിയ മാറ്റം ഉണ്ടാവും. ഞാനീ പറഞ്ഞ കാര്യമൊക്കെ വളരെ നിസ്സാരവും ജീവിതത്തിൽ ചെയ്യാവുന്നതും എന്നാൽ അത് ചെയ്താൽ വലിയ ദറജ എത്തിപ്പിടിക്കാവുന്നതുമായ കാര്യമാണ്. മീൻ കച്ചവടമാണ്, ഒരാൾക്ക് മീൻ കൊടുക്കുകയാണ്, ബിസ്മി എല്ലീറ്റ് കൊടുക്കുക. പൈസ വാങ്ങുകയാണ്, ബിസ്മി എല്ലീറ്റ് വാങ്ങുക. ബാക്കി കൊടുക്കുകയാണ്, ബിസ്മി എല്ലീറ്റ്. എന്തിനതിങ്ങനെ എണ്ണി പറഞ്ഞു വെച്ചാൽ, കുറേ എണ്ണി പറയുമ്പോഴാണ് എവിടെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊളുത്തുക. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരേറ്റും ബന്ധപ്പെടുന്ന കുറേ ഏതെങ്കിലും കാര്യം ഉണ്ടാവും, അപ്പം അതിന്മേൽ കൊളുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണി പറയണത്. എന്ത് കാര്യമാണെങ്കിലും. ബിരിയാണി വെക്കാൻ വേണ്ടി പോയതാണ്, ചമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വേറൊന്നുകൂടി സൂക്ഷിക്കാണ്ട് ബിസ്മി മാത്രം പോരാ. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അഴുത് കൂടി ഉണ്ടായിരിക്കണം. അതെന്താ വെച്ചാൽ, ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തീയിനെയാണ് ഉപയോഗിക്കുന്നത്. തീ എന്ന് പറയുന്നത് പിശാച്ചിൻ്റെ മെറ്റീരിയലാണ്. അഗ്നി കൊണ്ടാണ് ശൈത്താനെ പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിശാച്ചിൻ്റെ മെറ്റീരിയലിനെ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തീ കൊടുക്കുന്ന സമയത്ത് അഴുതുകൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ചായക്ക് തീ പിടിപ്പിക്കുമ്പോൾ ബിസ്മി മാത്രമല്ല, അവിടെ അഴുതും കൂടി വേണം. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മിയാണ്. അപൂർവമായ ചില സന്ദർഭങ്ങളിലാണ് അഴുതുള്ളത്. ഒന്ന് ഖുർആൻ ഓത്ത് തുടങ്ങുമ്പോൾ അഴുതു വേണം, വേറൊന്ന് തീ പിടിപ്പിക്കുമ്പോൾ അഴുതു വേണം. അങ്ങനെ കലം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യമായിട്ട് വെള്ളം ഒഴിക്കുകയാണ്, ബിസ്മില്ലാ. അങ്ങനെ പ്രധാന ഭക്ഷണം ഇടുകയാണ്. ചോറാണെങ്കിൽ അരി ഇടുമ്പോൾ പിന്നെയും ഒരു ബിസ്മില്ല. കറി ഉണ്ടാക്കുകയാണ്, ഇറച്ചിടുമ്പോൾ ഒന്നും കൂടി ബിസ്മില്ല. ഇങ്ങനെ ആവർത്തിക്കണം. ബിസ്മി നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് വരണം, ജീവിതം മാറും. മൂന്നാമത്തെ ഒരു കാര്യം വലത്തേതിനെ മുന്തിക്കലാണ്. ഒന്നാമത്തെ കാര്യം ഒളുണ്ടാക്കലാണ്. രണ്ടാമത്തെ കാര്യം ബിസ്മിദായിമാക്കലാണ്. മൂന്നാമത്തെ കാര്യം വലത്തേതിനെ മുന്തിക്കലാകുന്നു. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക് വലത്തേതിനെ മുന്തിക്കണം. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യങ്ങൾ. പൊതുവെ ഇവിടെ റേഞ്ച് കുറവാണ്. ഇപ്പം റേഞ്ച് പറ്റ പോയിട്ടുണ്ട്. ഏതായാലും പായസം കൊടുക്കലോ കഴിഞ്ഞില്ലേ? പിരിവ് കഴിഞ്ഞില്ലേ? ബക്കറ്റ് പിരിവ്, പായസം കൊടുക്കൽ കഴിഞ്ഞോ? കുട്ടികളെ ഉണ്ടായിരിക്കട്ടോ, നല്ല കുട്ടികളായിട്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒന്ന് നോക്കി കിട്ടണം. അതിനിപ്പോൾ ഞാൻ എന്താ കാട്ടുകയെന്ന് അറിയാത്ത എനിക്ക്. പെണ്ണുകൾ കുറേയൊക്കെ നോക്കുന്നുണ്ട്, ആണുങ്ങൾ ഇങ്ങനെ റേഞ്ച് വിട്ട് പോവുകയാണ്. എന്താ അപ്പോൾ കാരണം എന്ന് എനിക്ക് മനസ്സിലായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലപ്പം കുറച്ച് റേഞ്ച് വരും. ഓൻ ചൊല്ലി വെക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നും കൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനൊന്നല്ല, കുട്ടികളെ ഉറക്കാൻ വേണ്ടി ചെല്ലും പോലെ ചെല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ എല്ലാ കുട്ടികളും ഉണ്ടാതിരിക്കുമെന്നാണ്. ഇനെന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടായിട്ട് കരയണ കുട്ടിയാണെങ്കിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്താൽ കരച്ചിൽ നിർത്തുന്നതാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ താരാട്ട് പാടുന്നത് 3 സ്റ്റേജാണ്. ആദ്യത്തെ 4 മാസത്തിൽ
ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് ചൊല്ലേണ്ടത്. രണ്ടാമത്തെ 4 മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്ന എന്തെങ്കിലും പാട്ടുകളൊക്കെ പാടാം. മൂന്നാമത്തെ 4 മാസം, അപ്പോൾ 8 മാസം കഴിഞ്ഞു. പിന്നെ ഇനി 4 മാസം മാതാപിതാക്കളെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ പാടാവുന്നതാണ്. അപ്പോൾ താരാട്ട് പാടുമ്പോൾ ആദ്യത്തെ 4 മാസം അള്ളാഹുവിനെ പറ്റി പറയുന്ന പാട്ട് മാത്രമാണ് പാടേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ 4 മാസത്തിലേക്ക് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന യാ നബിയൊക്കെ ചൊല്ലാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തുടക്കത്തിൽ തന്നെ ഇല്ല, 4 മാസം എന്ത് മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ മാസത്തിലേക്ക് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്ന പാട്ട് മലയാളത്തിൽ പാടാം, അറബിയിലാവാം. എന്തായാലും രണ്ടാമത്തത് സ്വലാത്തിൻ്റെ മക്കാമാണ്. 3-ാമത്തെ 4 മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് മാതാപിതാക്കൾ അമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, ഉറങ്ങിക്കോ കുഞ്ഞേ മാണിക്ക കല്ലേന്നൊക്കെ 8 മാസം കഴിഞ്ഞിട്ടാണ്. 120 പിന്നെ അതായത് പിന്നെ 8ഉം 4ഉം 12 മാസം. 12 മാസമാണ് ശരിക്കും താരാട്ട് പാട്ട് പാടുന്ന കാലം. ഒരു വയസ്സ് തികയണത് വരെ, അതുവരെയാണ് പാട്ട്. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ 3 സ്റ്റേജായിട്ടാണ് പാടേണ്ടത്. അപ്പോൾ ഏത് കുട്ടിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും റേഞ്ച് കിട്ടും. നിങ്ങൾക്കിപ്പോൾ അതുകൊണ്ട് റേഞ്ച് കിട്ടണില്ല എന്നാണ് തോന്നണേ. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ എന്താ ഉണ്ടാകുക എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് റേഞ്ചൊക്കെ നിങ്ങൾ വന്നാലല്ലാതെ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതിനപ്പോൾ എന്താ നമ്മൾ കാട്ടുക? എന്താ കാട്ടുക? ഇപ്പം കുറച്ചൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? തലയൊന്നും ഇളകണില്ല ഞാൻ എന്ത് ചോദിച്ചാലും. പിന്നെ എന്ത് റേഞ്ച് അങ്ങക്ക് ഉള്ളത്? കുറച്ചൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇപ്പോൾ പറഞ്ഞു പോയാനാക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കൽ അയാൾ എങ്ങനെയാണ് മൗത്തായത് നോക്കലാണ്. ചില ആൾക്കാർ മരിച്ചോടത്ത് നമ്മൾ പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയും, പിന്നെ എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു, മരിച്ചു എന്ന് തോന്നൂല, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ചിരിച്ചിങ്ങാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്നേ തോന്നുള്ളൂ എന്ന് പറയും. ഒരു മനുഷ്യൻ്റെത് നല്ല മരണമായിരുന്നു എന്നതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വർണ്ണിച്ച് പറയാൻ കഴിയുന്നു എന്നതാണ്. ഇപ്പോൾ വാപ്പ മരിച്ചോടത്ത് ചെന്നിട്ട് മകനോട് ചോദിച്ചു, എന്താ വാപ്പാക്ക് എന്താ അസുഖം, എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചു. അതിൽ മോൻ പറഞ്ഞു, വാപ്പാക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ സാധാരണ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതി ദ്വാരക്കും ഒരു മങ്കൂസും ഒരു തോതും, അതോതി. ഹദ്ദാദ് ചെല്ലൽ പതിവുണ്ട്, അതും ചെല്ലി. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചങ്ങാണ്ട് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കിയിട്ട് കടക്കാൻ പോയതാണ് വെള്ളിയാഴ്ച രാവിലെ. കടക്കാൻ പോയോടത്തുനിന്ന് കുട്ടികളെ എനിക്ക് ഇതിൽ കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടിയും ചെന്നു. വാപ്പ ഇങ്ങനെയാണ് തളർന്നു. ഞങ്ങൾ സംസം വെള്ളം കൊടുത്തു. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 വട്ടം ചൊല്ലിയിട്ട് ഒന്നിങ്ങനെ വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയില്ല എന്ന് പറയുമ്പോൾ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണേനും കേൾക്കണേനും ഒരു രസമുണ്ട്. അതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത്. നല്ല മരണമുണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ചീത്ത മരണം. ചീത്ത മരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മരിച്ചോടത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയും, ഇനിയിപ്പോൾ ഒന്നും മുണ്ടണ്ട, ആള് മരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലായി മുണ്ടാൻ പറ്റിയ കോലത്തിലല്ല ഉള്ളത്. ഇതാണ് സംഗതി. അപ്പം നല്ല മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയലാണ്. ഉദ്കുറൂ മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ നിങ്ങൾ പറയണേ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അതാണ്. അപ്പം അതിനെന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞത് ഉറക്കം സൂക്ഷിക്കണം. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും.
ഇതിപ്പോൾ മജ്ലിസ് നൂറിൻ്റെ വാർഷികം കൂടിയാണല്ലോ. ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ ചെല്ലാൻ പറഞ്ഞിട്ടാണ് നമ്മൾ മജ്ലിസ് നൂർ ചെല്ലണത്. മജ്ലിസ് നൂറിന് നമ്മൾ പല സ്ഥലത്തും ദ്വാരക്കാൻ വേണ്ടി ചെല്ലുന്നത്. അതാ സ്വാഗതം. അപ്പോൾ ദ്വാരക്കാൻ കുറേ കടലാസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ദ്വാരക്കുമ്പോൾ വരും, ഒക്കെ വന്നോട്ടെ. ഗൾഫിലുള്ള മകൻ്റെ ജോലി ശരിയാവാൻ ദ്വാരക്കണ്ട തന്നെ കേട്ടോ, വേണ്ടാന്നല്ല. മക്കൾ സ്വാലിഹീങ്ങളാവാൻ, ഗൾഫിലുള്ള ഭർത്താവിന് കടം വീടാൻ, പെരപ്പണി തീരാൻ, രോഗം ശിഫയാവാൻ, ഊരവേദന മാറാൻ, കാലിൻ്റെ വിരൽ വെച്ചുത്തിയിട്ട് തള്ളാൻ വിരലിൻ്റെ നഖം പോകുന്നത് ശരിയാകാൻ, ഇതിനൊക്കെയാണ് നമ്മൾ മജ്ലിസ് നൂർ. ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്ലിസ് നൂർ ചെല്ലാൻ പറഞ്ഞത് കാലിൻ്റെ നഖം പോകുന്നത് ശരിയാകാനായിരുന്നു. അല്ല, അതൊക്കെ നടക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ദ്വാരക്കണ്ടവും തന്നെയാണ്. എഴുത്തൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഹൈദർലി ശിഹാബ് തങ്ങളപ്പം എന്തിനെല്ലാം പറഞ്ഞേ? ഊരവേദന മാറാനായിരുന്നു? അല്ലല്ലോ, പിന്നെന്തിനെ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ്. ഏത് മനുഷ്യനും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുക അയാളുടെ കണ്ണ് യാത്ര പറയാണ് ചെയ്യുക. ഫസ്റ്റ് ഭൂമിയിൽ നിന്ന് നോട്ടാണ് അവസാനിപ്പിക്കുക. ആദ്യം കണ്ണുകൊണ്ടാണ് യാത്ര പറയുന്നത്. നോട്ടം ആദ്യം അവസാനിപ്പിക്കും. നോട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അയാൾക്ക് മാത്രമാണ് കാണുക. ഹയാത്തിലുള്ള ആൾക്കാരെയും കാണും, മരിച്ച ആൾക്കാരെയും കാണും. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ മരിക്കുമ്പോൾ കാണും. അത് ബദരീങ്ങളായി കിട്ടണം. അതിനുള്ള മജ്ലിസ് നൂർ. കട്ടിലും ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുമ്പോൾ എവിടെയാണെങ്കിലും, പെരയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും 313 ബദരീങ്ങൾ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം. അതിനാണ് ഹൈദർലി ശിഹാബ് തങ്ങൾ ബാബ മജ്ലിസ് നൂർ എല്ലാം പറഞ്ഞിട്ടുള്ളത്. കടം വീടൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ്. പെരപ്പണി തീരൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മുതലിൽ ബർക്കത്തുണ്ടായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മക്കളെ കല്യാണം ശരിയായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് നടക്കും. കുട്ടികൾക്ക് നാഫിയ ഇൽമ പഠിയാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. ഏത് ശരിയായാലേ? ആക്കിബത്തിന് ശരിയാവുമ്പോൾ. അതിനാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മജ്ലിസ് നൂറിൻ്റെ നിയ്യത്ത് എന്താ? ആക്കിബത്ത് നന്നാവല്. അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും മരിക്കുക. ഉറക്കത്തിൽ സൂക്ഷ്മതയുണ്ടോ? മരണത്തിൻ്റെ സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്നാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ ഏതാ ധരിക്കുക? ഉള്ളിലേക്ക് കീറിയത്. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോഴും ഉള്ളിലേക്ക് കീറി എടുക്കേണ്ടി വരും. വെള്ളത്തുണി വെള്ളക്കുപ്പായ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഉണ്ടല്ലോ ഒരു നല്ല കള്ളിത്തുണി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്ന് സയ്യിദുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതന്നെ, അതുകൊണ്ടാണ് വൃത്തിയുള്ള സ്ഥലത്ത് കടന്നിട്ട് ഉറങ്ങണം എന്ന് പറയണത്. എങ്ങനെയുണ്ട് ഉറങ്ങരുത്. എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും. കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നേടുന്നത് ഉറങ്ങാനാണ്. അതിനാൽ ഉറക്കം പോലെയായിരിക്കും മൗത്ത്. നല്ലോണം സൂക്ഷിക്കണം എന്നാണ് ഒന്ന് പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആക്കിബത്ത് കേടുവരുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കൽ. ആക്കിബത്ത് കേടുവരുത്തും. ഗുരുവിനെ നിസ്സാരമാക്കൽ ആക്കിബത്ത് കേടുവരുത്തും. ഉസ്താദുമാരെ നിസ്സാരമാക്കിയാൽ ആക്കിബത്ത് കേടുവരും. ഗുരുവിനെ നിസ്സാരമാക്കൽ, മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്താലും മാതാപിതാക്കളെ പേരുകൊണ്ട് അഭിസംബോധനം ചെയ്താലും ആക്കിബത്ത് കേടുവരും. മാതാപിതാക്കളെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്താൽ ആക്കിബത്ത് കേടുവരും. അങ്ങനെ ആക്കിബത്ത് ചീത്തയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ലോണം സൂക്ഷിക്കണം.
അതിന് മനുഷ്യന് ശക്തി നൽകുന്ന ചില കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എല്ലാ കാര്യങ്ങൾക്കും ഒളു ഉണ്ടായിരിക്കുക. 2, എല്ലാ കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല. 3, വലത്തേതിനെ മുന്തിക്കുക. അവിടെയാണ് നമ്മൾ പറഞ്ഞെത്തിയത്. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ വലത്തേത് കൊണ്ട് മാത്രമേ ചെയ്യാവൂ. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യം വലത്തേതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. തിന്നുക, കുടിക്കുക, അത് ചോറയിച്ചതിൻ്റെ ശേഷം പിന്നെ വെള്ളം കുടിക്കുകയാണെങ്കിലും ശരി വലത്തേതുകൊണ്ട് കുടിച്ചാൽ മതി. കല്യാണത്തിനാണെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ്സാണ്, നമ്മളെ കുടി കഴിഞ്ഞാൽ വലിച്ചെറിയും, പിന്നെ ഇടത്തേതുകൊണ്ട് കുടിക്കേണ്ട ഒരു ആവശ്യമില്ല. പെരയിലാണെങ്കിൽ നമ്മൾ തന്നെ ഒന്നാണ് കഴുകി വെച്ചാൽ മതി, അപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഹോട്ടലിലാണെങ്കിൽ കഴുകാനുള്ള പൈസയും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്, അപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ അടുത്ത കൈ? പിന്നെ ആൾക്കാരുടെ ഇടയിലാകുമ്പോൾ ഒരു ഐബ് ഉണ്ടാകരുത്. അതിനെന്ത് ചെയ്യണം? ദേശം അടിക്ക് പിടിക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ പിടിച്ചും കണ്ട് ഇറപ്പാക്കരുത് എന്ന് മാത്രം. വലത്തേതുകൊണ്ടേ പിടിക്കാവൂ, പക്ഷെ പിടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ ഐബില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക, 4 കാര്യം വലത്തേതുകൊണ്ട്. എന്നാൽ ചോറയിക്കാൻ കഴുകേണ്ടത് വലത്തേ കൈയല്ല. ചോറയിക്കാൻ വേണ്ടി കഴുകേണ്ടത് 2 കൈയുമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴുകേണ്ടത് കൈ കഴുകണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വായയും കഴുകണം. ഏത് കൈ? 2 കൈയും കഴുകണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും 2 കൈയാണ് കഴുകേണ്ടത്. വലത്തേത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, എന്നാലും ഏത് കഴുകണം? ഇടത്തേത് കഴുകണം. അതെന്താണ്? അതിന് ഇത്തിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് കാരണം. വേറൊരു കാരണം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിന് വേറെ കാരണമൊന്നും വേണ്ട. നബി തങ്ങൾ ചെയ്തു എന്നുള്ളത് തന്നെ കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈ കഴുകുന്നത്? വായയിലേക്ക് എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടാണ് വെക്കേണ്ടത്. അങ്ങനെ മീൻ തിന്നപ്പം മുള്ളു കുടുങ്ങി, എന്നാൽ പിന്നെ വലത്തേതുകൊണ്ട് എടുക്കാൻ പാടില്ല. വായയിൽ നിന്നൊരു സാധനം തിരിച്ചെടുക്കേണ്ടത് തല ഇടത് വശത്തേക്ക് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ 2 കൈയാണ് കഴുകേണ്ടത്. കഴിക്കേണ്ടത് വലത്തേതുകൊണ്ടാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ വലത്തേതുകൊണ്ട് എടുക്കാൻ പറ്റൂല, അത് ഇടത്തേതുകൊണ്ടാണ് എടുക്കേണ്ടത്. അതിനാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ കൈ കഴുകാൻ ശീലിപ്പിക്കണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ ബിസ്മി ചൊല്ലണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ കൈ കഴുകണം. ഏത് കൈ? 2 കൈ കൊണ്ട് കഴുകണം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉമ്മ കൈ കഴുകണ്ടേ? ഏത് കൈ? 2 കൈയും കഴുകണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മ ബിസ്മി ചൊല്ലണം. എങ്ങനെ ചൊല്ലുക? മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുന്ന ബിസ്മിയാണെങ്കിൽ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. അപ്പോൾ കുട്ടിക്ക് വേണ്ടി ബിസ്മി ചൊല്ലുമ്പോൾ കുട്ടി കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം. ഉമ്മ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മനസ്സ് ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല. മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യണമെങ്കിലും അയാൾ കേൾക്കണം. അപ്പോൾ അയാൾ കേൾക്കുന്ന തരത്തിൽ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ബിസ്മില്ലാണ്. ബിസ്മില്ല എന്ന് ലേശം ഉറക്കെ ചൊല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ ഉറക്കം ചെല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, എല്ലാവർക്കും കൂടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ എല്ലാ നിബന്ധന എന്താണ്? ഉറക്കം ചെല്ലണം എന്നതാണ്. എല്ലാവരും കേൾക്കണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, മറ്റൊരാൾ കേൾക്കണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, ആരും കേൾക്കണ്ട. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുകയാണ്, ഒരാളെങ്കിലും കേൾക്കണം. എല്ലാവരും കേട്ടാൽ എല്ലാവർക്കും നന്നായി, ഒരാളെങ്കിലും കേൾക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ്. എന്നതുപോലെ കുട്ടികൾക്ക് വേണ്ടി ബിസ്മി ചെല്ലുമ്പോൾ കുട്ടി കേൾക്കണം. അപ്പോൾ വലത്തേതിനെ മുന്തിക്കല ഞാൻ പറയണത്. ചെരുപ്പ് ധരിക്കുകയാണ്, ആദ്യം വലത്തേ കാല് ധരിക്കുക. വാഹനത്തിൽ കയറുകയാണ്, വലത്തേ കാല് വെച്ച് കയറുക. ഇന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് വലത്തേ കാൽ വെച്ച് കയറാവുന്ന തരത്തിലല്ല. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പം എന്ത് വേണം? ലേശം സൂക്ഷ്മത വേണം, എന്നാലേ നടക്കുള്ളൂ. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് വലത്തേ കാല് വെച്ച് കയറുന്ന രൂപത്തിലല്ല. അതിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. വണ്ടിക്ക് ആദ്യം കയറുക ഡ്രൈവറെ കയറാം, ഓൻ തന്നെ ഇടത്തെ വെച്ച് കയറിയാൽ പിന്നെ എന്തിനാ പറ്റുക? ബാക്കിയുള്ളവരൊക്കെ പിന്നെ കയറണമല്ലേ. അപ്പം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഒന്നുകിൽ സ്റ്റെപ്പിൽ ചവിട്ടണം വലത്തേതുകൊണ്ട്, എന്നിട്ട് കയറണം. അല്ലെങ്കിലോ ആദ്യം ഇരുന്നിട്ട് പിന്നെ കാലെടുത്തിട്ട് വലത്തേത് ആദ്യം വെക്കണം. സൂക്ഷിച്ചാലേ നടക്കുള്ളൂ. നമ്മളെ നാട്ടിൽ ഗൾഫിലാകുമ്പോൾ പിന്നെ വലത്തേക്കാൽ വെക്കുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത്. നമ്മളെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്.
ഇവിടെ ഇടത്തെ കാല് വെച്ച് കയറുന്ന രൂപത്തിലാണ് ഡ്രൈവിംഗ് സീറ്റുള്ളത്. ഇതൊക്കെ സൂക്ഷിച്ചാലേ നടക്കുള്ളൂ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണ തന്നെയല്ലേ. നല്ല ചങ്ങായിമാർ, അതുകൊണ്ട് അതിങ്ങനെ പറയണതേ അല്ലേ, അല്ലാത്തതുകൊണ്ടാണ് പറയേണ്ടി വന്നത്. ഒരു പെണ്ണ് എടി കാത് കുത്തും. ഞാൻ അവിടെ പോയിരുന്നാണ് നമ്മളവിടെ പോയിരുന്നാണ് ആ തിണ്ടത്ത് പോയിരിക്കും. അത് ആ ക്ലാസ് ഇരിക്കണോടത്ത് അവിടെ പോയിരുന്നിട്ട് ഇന്നെ നോക്കി എല്ലാവരും. അവിടെ ഇരുന്നാൽ മതി, പക്ഷെ നീച്ചരുത്, കുഴപ്പമൊന്നുമില്ല, നീക്കരുത്, ഇരിക്കണോടത്ത് ഞാൻ ചന്തി ഇളകരുത്, എവിടെയെങ്കിലും ഇരിക്കണം, നിങ്ങൾ ഇരിക്കണം. ഞാൻ ഇരിക്കണോടൊന്ന് നീക്കരുത് കേട്ടോ. നിങ്ങൾ നല്ല നിലക്ക് ഇരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അവസാനം ഞാൻ തോരക്കും. ഞാൻ ഇരിക്കണോടൊന്ന് ഇളകാതെ ഇരിക്കണം, എന്നാലുള്ള നടക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു നല്ല കുട്ടികൾ അല്ലാഹു തആല സാലിഹാത്തുകളിൽ ചേർക്കട്ടെ. നമ്മളെ കുട്ടികളൊക്കെ അല്ലാഹു തആല സാലിഹ്യങ്ങളാക്കട്ടെ. അവർക്ക് നമുക്കും നാഫിയായ ഇൽമ നൽകട്ടെ, ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ഞാൻ 15 ആയിരുന്നു, ഇനി പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ മറന്നാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ നിങ്ങളവിടെ നിന്ന് നീച്ചരുത്, അവിടെ തന്നെ ഇരിക്കണം, എന്നാലേ ഇപ്പോൾ അതൊക്കെ സംഗതി ശരിയാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തിപ്പോൾ പറഞ്ഞു അതിൻ്റെ ഇടയിൽ പോയാലോ ഇപ്പോൾ പഠിച്ചാൻ എന്നിൻ്റെ കാര്യം ഒരു പെണ്ണിൻ്റെ കാര്യം. ഒരു പെണ്ണേ ഇപ്പം ഇതൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. കുട്ടിയല്ല, എൻ്റെ മൊബൈലാണ് വിചാരിക്കുക, ഇതൊരു കുട്ടിയാണ്. ഒരു പെണ്ണ് ഈ കുട്ടിനെങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ കുട്ടിനെ എങ്ങനെ എടുക്കുക? ശരിക്ക് ഇങ്ങനെയല്ല എടുക്കുക. ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കിടക്കുന്ന ഒരു കുട്ടിനെ ഒരു സ്ത്രീ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെയല്ല എടുക്കുക. ഇത് ഇടത്തെ കൈയാണ്. ഈ ഇടത്തെ കയ്യിലെടുത്താൽ സ്വാഭാവികമായും ഈ കുട്ടിക്ക് ഏത് മുല കൊടുക്കുള്ളൂ? ഇടത്തെ മുലയാണ് ആദ്യം കൊടുക്കുക. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യം കിട്ടുന്ന മുല ഏതായിരിക്കും? ഇതിങ്ങനെ കണ്ട് ആവണമെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. കാരണം കുട്ടിയെടുക്കാൻ ഏറ്റവും ഫിറ്റാണ് കൈ ഇടത്തേതാണ്. അതുകൊണ്ട് ഒരു കുട്ടി അങ്ങനെ എടുത്തുങ്ങാണ്ട് ഇടത്തെ കൈയൊക്കെ വെക്കുക. പാട് എന്ന് പറയില്ലേ നമ്മൾ, ഒരു കുട്ടിനെ എടുക്കണ പാട് ഏത് കയ്യിലേക്കാണ്? ഇടത്തെ കയ്യിലേക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുട്ടിനെ എടുത്തിട്ട് ഇടത്തെ കയ്യുമ്മക്കാണ് വെക്കുക. ഇടത്തെ കൈക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല. ഇടത്തെ കൈക്ക് വെച്ചാൽ ഈ കുട്ടിക്ക് ആദ്യം ഏത് മുല കൊടുക്കുള്ളൂ? ഇടത്തേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഏത് കൈയുള്ളൂ? ഈ ഇതൊക്കെ എടുത്തുങ്ങാണ്ട് ആദ്യം വലത്തെ മുല കൊടുക്കാൻ കഴിയുള്ളൂ. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതൊക്കെ ഉസ്താദെ ഞങ്ങൾ വേളികുളത്തരം അങ്ങനെ തന്നെയാണ് ആണെങ്കിൽ ഞാൻ അതിന് ഒച്ചടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത്. ഇത് വീട്ടിൽ CCTV ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചെരുപ്പാടണമെന്നൊന്നും സൂം ചെയ്തിട്ട് നോക്കുകൊണ്ടോ അപ്പം അറിയാം ഏതേക്കാരെന്ന്. ശൈത്താൻ പ്രിപ്പയർഡാണ്, പിശാച് സജീവമാണ്. ഓൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും വരില്ല. ഹലോ കുഞ്ഞാമതേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നല്ലോണം നോക്കിക്കളോണ്ടു എന്ന് പറഞ്ഞിട്ടൊന്നും വരില്ല. പറയാതെയാണ് വരിക. ഈ രൂപത്തിലൊക്കെയാണ് വരിക. നമ്മളെ കുട്ടികളോട് നമുക്ക് നല്ല ഇഷ്ടം തോന്നി എന്താ വിളിക്കുക? എടാ പൊട്ട അവിടെ വാന്നാ പറയാം. ആരെ വിളിപ്പിച്ചത്? ശൈത്താൻ വിളിപ്പിച്ചതാണ്. കുട്ടികളെ പൊട്ടാന്നാ വിളിക്കേണ്ടത്. അത് വാപ്പാനെ വിളിച്ചു നോക്കിയാൽ അറിയാം അങ്ങനെ ഉണ്ടാ വിളിയുടെ കോലെന്ന്. പാപ്പാട് നല്ല ഇഷ്ടം തോന്നി എടാ പൊട്ടൻ പാപ്പ അവിടെ വന്നു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടികളെ വിളിച്ചാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ വാപ്പാനെ വിളിക്കൂല എന്നറിയുന്നത് കൊണ്ട് ശൈത്താൻ കുട്ടികളെ വിളിപ്പിക്കുന്നു. ഇങ്ങനെ പിശാച് പ്രിപ്പയർഡാണ്. ഞാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ചിരിച്ചു പോയി എന്ന് മാത്രം. ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഉള്ളതന്നെ ഇങ്ങനെ പറയല്ല. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ ഉൾക്കൊണ്ടാലേ ഇന്ന് മുതൽ ഇത് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. വലത്തേതിനെ മുന്തിക്കുക, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. എന്ത് സാധനം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് കൊടുക്കണം. ഒരാളിൽ നിന്ന് എന്ത് വാങ്ങുകയാണെങ്കിലും വലത്തെ കൈ കൊണ്ട് വാങ്ങണം. അഹ്ലുസുന്നത്തി വൽ ജമാ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ, അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു സാധനം. എല്ലാവർക്കും ഒരു വെളുത്ത കുപ്പായം വേണം, ഇടണം എന്നല്ല കേട്ടോ, ഇടണം എന്ന് ഞാൻ പറയില്ല, വേണം. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് കാരണം. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, ഇടണം എന്നല്ല.
വേണം. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം. അങ്ങനെ സീമാഉ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നുകൊണ്ട് കുറച്ച് സാധനമുണ്ട്. സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകളുടെ അടയാളം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ടൊരു മുസാഫ് വേണം. എല്ലാവർക്കും അവനാൻ്റെത് വെച്ചിട്ട് ഒരു മുസാഫ് വേണം. ഓത്തി നമ്മൾ പള്ളിക്കുന്നൊക്കെ കയറി ഓതുക, എന്നാലും എൻ്റെ മുസാഫിൻ്റെ എടുത്താന്ന് ദണ്ണത്ത് കിടക്കുമ്പോൾ പറയാൻ പറ്റണമെങ്കിൽ ഒരു മുസാഫ് അവനാൻ്റെ വെച്ചിട്ട് വേണം. എല്ലാവർക്കും ഒരു തസ്ബീഹ് മാല വേണം. കൊണ്ടിടക്കണം എന്നല്ല പറയണത് കേട്ടോ, വേണം എന്നാണ് പറയണത്. ഒരു തസ്ബീഹ് മാല സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകളുടെ അടയാളങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഒരു തസ്ബീഹ് മാല. നിഅമൽ മുദക്കിറു അസ്സുബ്ഹ എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ്. ആ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതിന് കുറേ വിശദീകരണം ഉണ്ട്. ഒന്ന്, തസ്ബീഹ് മാല മൗത്തിനെ ഓർമ്മപ്പെടുത്തും. 2, തസ്ബീഹ് മാല ദിക്റ് ചൊല്ലാൻ ഓർമ്മപ്പെടുത്തും. 3, തസ്ബീഹ് മാല സത്യം പറയാൻ ഓർമ്മപ്പെടുത്തും. തസ്ബീഹ് മാല കൈ പിടിച്ചാണ്ട് ഒരാൾക്ക് നുണ പറയാൻ കഴിയൂല. തസ്ബീഹ് മാല അങ്ങനെ പിടിച്ചാണ്ട് ഗീബത്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, പക്ഷെ സാധാരണഗതിയിൽ കഴിയൂല. അപ്പം നിഅമൽ മുദക്കിറു അസ്സുബ്ഹ, തസ്ബീഹ് മാല ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന സാധനമാണ്. അതുകൊണ്ട് അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല വേണം. പനിച്ച് വരച്ചിട്ട് നീച്ചാൻ വയ്യാതെ കിടക്കുമ്പോൾ ഏടിയെ ഇൻ്റെ ആ തസ്ബീഹ് മാല എടുത്താന്ന് പറയണമെങ്കിൽ അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല ആണിമ തൂങ്ങിയെങ്കിലേ പറ്റുള്ളൂ. അത് വേണം. ഇതൊക്കെ തന്നെ. അപ്പം എന്തേ പറഞ്ഞു? ഒരു വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം, ഒരു തൊപ്പി എല്ലാവർക്കും വേണം, അവനാൻ്റെ വെച്ചിട്ടൊരു മുസാഫ് വേണം, അവനാൻ്റെ വെച്ചിട്ടൊരു തസ്ബീഹ് മാല വേണം. മുമ്പ് നമ്മളെ പഴയ കാലത്തെ ആളുകൾക്കൊക്കെ ഒരു 14 വക ഏടുണ്ടാവും. ഇപ്പോൾ 555 വക 4444 വക ഏടൊക്കെ ഉണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് ഒറ്റൊന്നിനും ഏടില്ല. ഏടൊക്കെ പെണ്ണേക്കാണ്, ആണുങ്ങൾക്ക് ഏടില്ല. അതുകൊണ്ട് നമ്മളത് വെച്ചിട്ടൊരു ഏട് വേണം. ഒരു സബീന അല്ലെങ്കിൽ ഒരു ഏട് എന്തെങ്കിലും. എപ്പോഴും ഖുർആൻ ഓതാൻ കഴിഞ്ഞോണമെന്നില്ല, വേണ്ടത് അങ്ങനെ തന്നെയാണെങ്കിലും കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ കുറച്ച് ഓതിയിട്ട് കുഴങ്ങുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി വബിർറഹീമി ദായിമിൽ ഇഹ്സാനി അൽഹംദുലില്ലാഹിൽ ഖദീമിൽ അവ്വലി الآخر الباقي بلا تهول ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير متبع. കുറേ അറബി ചൊല്ലിയിട്ട് ഇങ്ങനെ ക്ഷീണിക്കുമ്പോൾ കുറച്ച് മലയാളത്തിൽ. അപ്പോൾ മുയ്യദ്ദീമാല എങ്ങനെ ചെല്ലുക, നഫീസത്തുമാല എങ്ങനെ ചെല്ലുക? മരണമാകും എന്ത് ബിണ്ട് ഓതി അന്നാമാനെ മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ മന്നവായി ബീവിയരിൽ അൻഹറാലി അല്ലാ മഹഗുണർ ഫളിലാലയങ്ങളെ ഹജത്തും വീട്ടല്ലാ. അങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിതത്തെ നമ്മളിങ്ങനെ മാറ്റും. ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മളെ ഈമ അങ്ങനെ കൂടി വരണം. അപ്പോഴേ ദീർഘായുസ് കൊണ്ട് കാര്യമുള്ളൂ. 60 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്കും 65 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്കും ഒരേ ആയുസ്സുണ്ടായാൽ പോരാ, ഒരേ ഈമാൻ ഉണ്ടായാൽ പോരാ. വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. സംസാരത്തിലാണ് നല്ലോണം സൂക്ഷിക്കേണ്ടത്. പറയാൻ ഒന്നും പഠിക്കണ്ട, മുണ്ടാതിരിക്കാൻ നല്ലോണം വിവരം വേണമെന്നാണ്. വർത്താനം പറയാൻ പിരാന്തുണ്ടായാലും മതി, പക്ഷെ മിണ്ടാതിരിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളവന് മാത്രമേ സംസാരിക്കാതിരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ പഠിക്കാനുള്ളത് സംസാരിക്കാതിരിക്കാനാണ് എന്നാണ്. ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലാണ് നമ്മളെപ്പോഴും പരാജയപ്പെടുന്നത്. വെറുതെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സമയം ഉണ്ടാകാൻ പറ്റൂല. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. ദുഃഖമില്ലാതെയാകും, സമ്പത്ത് വർദ്ധിക്കും, മക്കൾ സ്വാലിഹീങ്ങളാകും, മഴ പെയ്യും. ഇതൊക്കെ ഇസ്തിഗ്ഫാറിൻ്റെ ഗുണങ്ങളാണ്. എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ ദിക്റാണ് ഇസ്തിഗ്ഫാർ. ആദം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യകുലത്തിലെ ആദ്യത്തെ മനുഷ്യന്
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം പഠിപ്പിച്ച ദിക്റായിരുന്നു ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊടുത്തിട്ട് നമ്മൾ വലിയ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദറജയുള്ള ആളുകളായി മാറണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. ഇനി ദ്വാരക്കണേന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്തോളി, ലേലമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തോളി, ദ്വാരക്കാനുള്ള ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളി, ഒക്കെ ചെയ്തോളി. ബിസ്മില്ലാ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.